നെയ്യാറ്റിൻകര ഉദയൻ കുളങ്ങരയിൽ നിന്ന് എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. എന്നോടൊപ്പം ഇവിടെ അനേക ദൈവമക്കൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ദൈവവചന പഠനവും വിടുതൽ ശുശ്രൂഷയുമാണ്. ഞാൻ ഇവിടെ മീറ്റിംഗ് തുടങ്ങി 1 മണിക്കൂറിലാണ് ഞാനിവിടെ എത്തിയത്. അതിൻ്റെ കാരണം ഇവിടെ സുനിൽ ബ്രദറും ജിജോ ബ്രദറും ഇവിടുത്തെ ശുശ്രൂഷകരായ സാബു ബ്രദറും റോയ് ബ്രദറും മറ്റ് ശുശ്രൂഷകർ ഇവിടെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഇന്നിവിടെ വന്നവരിൽ അനേകർ ഇപ്പോൾ തന്നെ അത്ഭുത വിടുതലും സൗഖ്യവും പ്രാപിച്ചു. ഈ അത്ഭുതങ്ങളും വിടുതലുകളും കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. പാപവും രോഗവും ശാപവും അവിടെ നിന്ന് ഏറ്റെടുത്തു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു. ആ നാമത്തിൽ അമേരിക്കയിൽ ആൾ കൂടിയാലും ആഫ്രിക്കയിൽ കൂടിയാലും ഇവിടെ നെയ്യാറ്റിൻകര ഉദയൻ കുളങ്ങരയിൽ കൂടിയാലും ആ കർത്താവ് വന്നിരിക്കും. ഞാനിവരോട് പറയുമായിരുന്നു, ആ ദൈവത്തിൻ പുത്രൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് നാളെക്കുറിച്ചൊരു പേടിയുമില്ല. എനിക്കൊത്തിരി സൗഖ്യം കിട്ടിയ ആളാണ്, വിടുതൽ കിട്ടിയ ആളാണ്, വീട്ടിൽ ശാപങ്ങളൊക്കെ മാറിയതാണ്. പക്ഷെ ഇന്നും പ്രതിസന്ധികളുണ്ട്, ഇന്നും പ്രശ്നങ്ങളുണ്ട്. സഭ നടത്തുമ്പോൾ അവിടെയും പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്റ്റുഡൻസാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ കാണും. പക്ഷെ അവിടെ നമ്മുടെ ധൈര്യം പണമുണ്ടെന്നുള്ളതല്ല, ഇന്നോരിന്നോരുണ്ടൊക്കെ എന്നുള്ളതല്ല. അതൊക്കെ നല്ലതാണ്. നമ്മുടെ ധൈര്യം യേശു എനിക്കായി ജീവിക്കുന്നു, എനിക്ക് മുമ്പേ പോയിട്ടുണ്ട്. വിശ്വസിക്കുന്ന മക്കളെന്ന് കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞു. ദൈവത്തിൻ പുത്രനാ യേശു ഭുജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ. ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. യേശുവാഴയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ ആയത്ര ധന്യമേ ലോക ജീവിതം. എന്തേലുമൊക്കെ പ്രശ്നം ഇപ്പോഴും ഉള്ളവര്, അല്ലെങ്കിൽ എന്തേലുമൊക്കെ ചലഞ്ചസ് ഉള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്, അയ്യോ എനിക്കായാലും തിരുവനന്തപുരത്തും കൂട്ടുകാരുണ്ടല്ലോ. പക്ഷെ നമ്മൾ പാടും, because he lives I can face tomorrow, Because he lives all fear is gone. Because I know he holds my future. Our life is worth the living just because he lives. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ജീവിക്കുന്നുകൊണ്ട് ഞങ്ങളും ജീവിക്കും. ഈ സുവിശേഷം ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ലോകമെങ്ങും കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ലൈവിൽ കാണുന്നവരുണ്ട്, അണ്ടർ ദ വിങ്സിൽ ഇത് കേൾക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഇത് കാണുന്നവർ ഒന്ന് ഫോർവേഡ് ചെയ്ത് അതിൻ്റെ ഒരു ലിങ്ക് കിട്ടി ഇന്ന് മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നവർ കാണും. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ആ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഉറക്കെ പറഞ്ഞ്, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആ മൈക്ക് കൂടെ ഒന്ന് പറഞ്ഞ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും പറഞ്ഞു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പൈസ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നതല്ല, പിന്നെ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആ യേശു ജീവിക്കുന്നു എന്നുള്ളത് ഉറച്ച ദൈവമക്കളായി ഇവിടെ കൂടുതൽ പേര് ഇരിക്കുന്നു. ഇന്ന് ആക്ച്വലി മീറ്റിംഗ് ഇവിടെ നടക്കാനൊരു കാര്യമുണ്ട്. ഇവിടെ അടുത്താണ് UK നമ്മുടെ സ്വരൂപ് ബ്രദറിൻ്റെ വീട്. സ്വരൂപ് ബ്രദറിൻ്റെ ആരും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. ആ സ്വരൂപ് ബ്രദറിൻ്റെ വലിയൊരു ആഗ്രഹമാണ് തൻ്റെ നാട്ടിൽ ഒരു യോഗം വെക്കണം. അങ്ങനെ മുമ്പും താൻ വെച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളുടെ സ്തോത്രം UK ഒരു സഭയുടെ ശുശ്രൂഷകനാണ്.
വലിയ വിടുതലുകൾ നടന്നൊരു വീടാണ്. തനിക്കൊരാഗ്രഹമുള്ളൂ, ഈ യേശുവിനെ തൻ്റെ നാട്ടിൽ ഒരാൾ കൂടുതലും കിട്ടിയാൽ ഈ യോഗം അനുഗ്രഹമായി. നമുക്കൊന്ന് കൈ ഉയർത്തി ഈ യോഗത്തിൻ്റെ പുറകിൽ സ്തോത്രം എല്ലാ കാര്യങ്ങളും ചെയ്ത ആ കുടുംബത്തെ ഒന്ന് കൈ ഉയർത്തി അനുഗ്രഹിച്ച്, കർത്താവെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുമ്പോൾ സ്വരൂപ് ബ്രദറിനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അവിടെ നടക്കുന്ന സഭാ ശുശ്രൂഷ, അവരുടെ ആ ദേശം, ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യും. ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഡയോസിസ് പാസ്റ്റേഴ്സും ശുശ്രൂഷകരും ജിജോ ബ്രദറും ഒക്കെ ചേർന്ന് ശുശ്രൂഷിച്ചപ്പോൾ പല വിഷയങ്ങളും വെളിപ്പെട്ടു. രോഗികൾ സൗഖ്യമായി. അവരുടെ ഓരോ വാക്കിലുള്ള സൗഖ്യം. മുമ്പേ ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞ ഇന്ന് വിടുതൽ കിട്ടിയവർ ഒന്നുകൂടെ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ജിജോ ബ്രദർ ജസ്റ്റ് ഒന്ന് ചോദിക്കണം. എന്നിട്ട് ഒരു വാക്ക് ജിജോ ബ്രദർ അങ്ങ് പറഞ്ഞാലും മതി. പറഞ്ഞോട്ടെ. തോമസ് ബ്രദറെ, ഈ അച്ചായന് ആദ്യമായിട്ടാണ് വരുന്നത്. 15 വർഷം മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, കാലിന് പ്രശ്നമുണ്ടായി, മുട്ടനെല്ലാം തകർന്നു പോയതാണ്. മുട്ടയിൽ ഒരു സർജറി കഴിഞ്ഞു, വീണ്ടും നീ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞത്. പക്ഷേ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തില്ല. 2 പേര് പിടിച്ചോണ്ടാണ് ഈ നട കയറി ഇവിടെ വന്നത്. പക്ഷേ കർത്താവ് തൊട്ടു, ഇതിൽ ഓടി നടന്നു, സൗഖ്യമായി. ജിജോബറെ, ഈ ബേറിന് 5 വർഷമായിട്ട് കാൽ ഇത്രയും പൊങ്ങത്തില്ല. ഇദ്ദേഹത്തിന് നടക്കാൻ പറ്റത്തില്ല. കാലിൽ കംപ്ലീറ്റ് പോയതാണ്, മുട്ടിനകത്ത് ഒന്നുമില്ല അവസ്ഥയാണ്. എങ്ങനെ പോയതാ? കാലിന് ഒട്ടും കംപ്ലീറ്റ് ഇല്ല, അതെല്ലാം ആപ്രഷൻ കാലാണ്. ഇപ്പം ഒട്ടും നടക്കാൻ പറ്റിയ രക്ഷയില്ല, നടക്കാൻ രക്ഷയില്ലായിരുന്നു. രക്ഷയില്ല. ഒരാൾ സഹായമില്ല, പറ്റുക എനിക്ക് പറ്റുകയില്ലായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഇവിടെ ഒരു നടക്കാം, കുഴപ്പമില്ല, നടക്കാം. ഇതുവരെ കാൽ ഇത്രയും മടങ്ങത്തില്ല. പ്രാർത്ഥിച്ച സമയത്ത് കാലും മടങ്ങി. ദൈവത്തിൻ്റെ കൃപയാണ് ഉണ്ടാക്കുന്ന ദൈവം നമ്മൾ അനുഭവിക്കുന്നത്. ദൈവമാണ് എനിക്കുള്ളത്. കയറി വന്ന് 2 പേര് പിടിച്ചോണ്ടാണ് കയറി വന്നത്. ഇപ്പൊ സ്റ്റെപ്പ് തന്നെ കയറി ഇവിടെ വന്ന് നിൽക്കുക. ഈ 15 വർഷം മുമ്പ് അല്ലേ? അന്നോ അമ്മച്ചി ആൻറ്റി ഇനി വന്നാട്ടെ. ഇത് എത്ര നാളായി ഇതിങ്ങനെ ആയിട്ട്? 15 വർഷം വരെ കാല് മുട്ടിങ്ങനെ വേദനയായിട്ട് ഒരു കാല് ഓപ്പറേഷൻ കഴിഞ്ഞ്, ഒരു കാല് കാരക്കോണം ആശുപത്രി മെഡിക്കൽ കോളേജിൽ പോയപ്പം പറഞ്ഞ് മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ മുട്ട് മാറ്റി വയ്ക്കൂല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊണ്ടുപോകണമെങ്കിൽ ഞാനേ ഉള്ളൂ ആശ്രയത്തിന്. ഇപ്പം നടന്നിട്ട് എങ്ങനെയുണ്ട് അച്ചായ? കുറവുണ്ട്. ഇപ്പം നടന്നു നോക്കിക്കേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. താങ്ക് യു മായജി. അങ്ങനെ പരിപൂർണമായി കർത്താവ് സൗഖ്യമാക്കി. ഒരാൾ പിടിച്ചോണ്ട് സഹായമില്ലാതെ, പരസഹായമില്ലാതെ ഇങ്ങനെ നിൽക്കത്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊന്ന് മൈക്കൊടുത്ത്. ഇപ്പൊ എനിക്ക് നടക്കാൻ കണ്ടീഷൻ മോശമായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ ആരാഞ്ഞോണ്ട് അറിഞ്ഞു, വന്ന് പോയി പ്രാർത്ഥിച്ചതിന് സുഖം കിട്ടി. ഇപ്പം വിടുതലായി. ഇപ്പൊ സൗഖ്യമുണ്ട് ശരീരത്തിൽ. കാര്യം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Because he lives, I can face tomorrow. Because he lives, all fear is gone. ഈ ഓരോ അത്ഭുതങ്ങളും ഒരു കാര്യം കൂടെ തെളിയിക്കുന്നു: ഈ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. ആ യേശു ജീവിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും ഭയപ്പെടുവാനില്ല. പുറകിൽ നിന്ന് വരുന്ന മോൻ്റെ, ജിജോ ബ്രദർ, പുറകിൽ നിന്ന് വരുന്ന മോൻ്റെ സൗഖ്യം എന്താണെന്ന് ചോദിച്ചു. ബ്രദർ, ഈ മോന് അഡിനോയിഡിന്റെ പ്രശ്നം ഉണ്ടായിട്ട്, അഡിനോയിഡിന്റെ പ്രശ്നം ഉണ്ടായിട്ട് മൂക്കിന് പാലത്തിന് വളവുണ്ടായിരുന്നുകൊണ്ട് ശ്വസിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ മോനെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്വസിക്കാനായിട്ട് ശ്വാസം എടുക്കാം, പക്ഷെ ചെറുതായിട്ട് തടസ്സം പോലെ. ഇന്ന് പ്രാർത്ഥിച്ചപ്പം ശ്വാസം എടുക്കുമ്പം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മള് ഇങ്ങനെ എടുക്കുമ്പോൾ ഫ്രീ ആയോ? ഫ്രീ ആയി. ആഹാ, ഒന്ന് കരമടിച്ച്. താൻ വാഴുകയാ ഇവിടെ. ഈ സിസ്റ്റർക്ക് നാളുകളായിട്ട് ഈ കൈയുടെ പുറത്തിന് വേദന, ഉരത്തിന് വേദന, ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു, കർത്താവ് തൊട്ടു, പരിപൂർണ്ണ വിടുതൽ. കൈ ഉയർത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഭാരമായിരുന്നു. ഇപ്പൊ ഒന്ന് കൈ ഉയർത്തിക്ക്, ഒരു കുഴപ്പമില്ല. ആ കയ്യാൽ ഒരു കരം പിടിച്ചു, അതാണ് യേശുവിൻ്റെ കരം. ബാക്കി ഇവിടെ നിൽക്കുന്നവരും ഇതുപോലെ സൗഖ്യങ്ങൾ കിട്ടിയവരാണ് അല്ലേ? ഓരോ വാക്കിലൊക്കെ പറഞ്ഞാലും മതി. അത് ഓക്കെ. ബ്രദറിന് ഹലോ ബ്രദർ,
2 ഷോൾഡറിനും പെയിൻ ആയിരുന്നു. 2 ഷോൾഡറിനും പെയിൻ ആയിരുന്നു. കർത്താവ് സൗഖ്യമാക്കി. ഓ, കരമടിച്ച് നമുക്ക് കർത്താവിന് സ്തോത്രം ആ ചെയ്യാം. സിസ്റ്റർക്കും ഇതുപോലെ ശരീരത്തിൽ മുഴുവൻ വേദനയായിരുന്നു. കൈ ഉയർത്തി പിടിച്ച് കർത്താവ് സൗഖ്യമാക്കി. സൗഖ്യമാക്കി. ഈ സഹോദരിക്ക് സൗഖ്യമായി, ഈ ബ്രദറിനും സൗഖ്യമായതാണ്. എന്തുവായിരുന്നു പ്രോബ്ലം? പൈൽസിൻ്റെ പ്രോബ്ലമാ. ശരീരത്തിലെ ബുദ്ധിമുട്ട് അറിയാമായിരുന്നു. ബ്ലീഡിങ് പൈൽസ് ആയിരുന്നു. ഇപ്പം ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കുന്നുണ്ട്, അറിയാം. ചില സൗഖ്യങ്ങൾ മറ്റുള്ളവർക്ക് പിടികിട്ടത്തില്ല. രക്തസ്രവക്കാരി സ്ത്രീ, അവൾ 12 വർഷം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് സൗഖ്യം കിട്ടിയില്ല. ഞാൻ യേശുവിനെ തൊടും എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് പോയി തൊട്ടു. അവൾ അങ്ങനെ ആയിരിക്കും. നമ്മൾ സൗഖ്യമായത് ശരീരത്തിൽ അറിഞ്ഞു. ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീക്കറിയാം ബ്ലീഡിങ് നടക്കുന്നുണ്ടെന്ന്, എന്നാൽ ശരീരത്തിൽ അറിഞ്ഞു. അങ്ങനെ അത്ഭുത വിടുതൽ കിട്ടിയല്ലോ. അതും ഒരു ബ്ലീഡിങ് പൈൽസാണ്. ഇന്ന് സൗഖ്യമാക്കിയതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അണ്ടർ ദ വിങ്സിലും TV പ്രോഗ്രാമുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, നീ സൗഖ്യമാകാൻ പോവുക. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ മനസ്സിൽ പോയ 2 കാര്യമുണ്ട്. സ്തോത്രം. ഈ ബൈബിളിൽ ചിലര് കർത്താവ് അങ്ങോട്ട് എന്ന് സൗഖ്യമാക്കിയ കേസുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു കുളക്കടവിൽ ദൂതൻ ഇറങ്ങുമ്പോൾ സൗഖ്യം ഉണ്ടാകും എന്ന് വിശ്വസിച്ച് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പലര് കിടന്ന കൂട്ടത്തിൽ അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനായ ഒരു വ്യക്തി ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തു കിടന്നു. വെള്ളം ഇളകിയാലേ എനിക്ക് വിടുതലുള്ളൂ. കയ്യെ പിടിച്ച് പറഞ്ഞ, നിങ്ങളുടെ വിചാരം ചില വെള്ളം ഇളകിയാലേ വിടുതലാകത്തുള്ളെന്നാണ്. അങ്ങനെ വിടുതലാകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്ന ആശുപത്രി പോയാൽ, ഇന്ന ഡോക്ടറെ ഒന്ന് കണ്ടാൽ അതിന് തെറ്റൊന്നുമല്ല. ഈ ബൈബിൾ വൈദ്യശാസ്ത്രത്തിനെതിരല്ല. യേശു തന്നെ സ്വയം പരിചയപ്പെടുത്തിയത് സ്തോത്രം രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പക്ഷേ യേശുവാകുന്ന വൈദ്യൻ ശാരീരിക രോഗം മാത്രമല്ല, മനസ്സിൻ്റെ ടെൻഷൻ മാറ്റും, പിരിമുറുക്കം മാറ്റും, പാപസ്വഭാവം മാറ്റും, മദ്യപാനം മാറ്റും, അഡിക്ഷൻ മാറ്റും. ഇങ്ങനെ വൈദ്യന്മാരുടെ ഒരു വൈദ്യൻ വേറെ എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ എന്ന ആ പാട്ടൊന്ന് പാടി നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ കരമടിച്ച്. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആ കുളക്കടവിൽ കിടന്നയാള് കർത്താവ് അങ്ങോട്ട് ചെന്ന് സൗഖ്യമാക്കാനും അങ്ങനെ അത്ഭുത സൗഖ്യം കിട്ടുന്നവരാണ്. പക്ഷെ വേറെ ചിലരുണ്ട്, സ്തോത്രം, ഇങ്ങോട്ട് വന്നാലും കൊള്ളാം, വന്നില്ലേലും കൊള്ളാം, എൻ്റെ പേര് ദൈവദാസം, വിളിച്ചാലും കൊള്ളാം, വിളിച്ചാലും കൊള്ളാം, ഞാനിന്ന് സൗഖ്യം കൊണ്ടേ പോകും. അങ്ങനെ ഒരാളാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ, അല്ലേ? അവള് 12 വർഷം ബ്ലീഡിങ്, എല്ലാവിധ ചികിത്സാ രീതികളും നോക്കിയിട്ട് അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. ഇന്നത്തെ രീതി പറഞ്ഞ അലോപ്പതിയും ഹോമിയോപ്പതിയും എല്ലാ പൊതിയും നോക്കി, സ്വത്ര ഒത്തിരി പൊതി തിന്നും നോക്കി, പക്ഷെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സൗഖ്യം കിട്ടിയില്ല. അന്നേൽ അവളൊരു വാർത്ത കേട്ടു. ഉറക്കം പറ. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തള്ളവരലിൽ ഒന്നുകൂടെ പിടിച്ചു നോക്കിക്കേ. കണ്ടമാനം തേഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് തേപ്പോട് തേപ്പല്ലേ എന്ന് ചോദിച്ചേ. ഇന്നാൾ കോട്ടയത്ത് ഒരു പയ്യനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ആ മോന് ഒരു തലവേദന, അതൊരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ വല്ലാത്ത വേദന അടിക്കും. അപ്പം അദ്ദേഹം നേരെ നെറ്റി കയറി ആ ഭാഗത്ത് വേദന വന്നാൽ എന്താന്ന് നോക്കി. ഉടനെ പറഞ്ഞു അവിടുന്ന് ഇന്ന സൈറ്റിൽ പോയി. അങ്ങനെ 1-2 ദിവസങ്ങൾ പല സൈറ്റിൽ പോയി അദ്ദേഹത്തിന് പിടികിട്ടി ക്യാൻസറാണ്. അങ്ങ് ഡിപ്രഷൻ ബാധിച്ചു, ഭയമായി, ജീവിതം പോയല്ലോ. കോട്ടയത്ത് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ ശാസന ആൾ താഴെ. പൈശാചി ബന്ധനം വിട്ടുപോയി, തലവേദനയും പോയി, എല്ലാം പോയി. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, കണ്ടമാനം ഗൂഗിൾ ചെയ്തെന്ന് പറഞ്ഞാണ്.
വിശ്വാസികൾ നമ്മെ കൈകൊടുത്ത് പറയണം, ഗൂഗിളിങ് ഇച്ചിരി കുറച്ചിട്ട് ബൈബിളിങ് ഇച്ചിരി കൂട്ടാൻ പറ. ഹല്ലേലൂയ. ഞാൻ അല്പ സരസ രീതി പറയും. നിങ്ങളിപ്പോൾ ഹെവൻലി ഫീസ് സെമിട്രി എന്ന കോട്ടയത്ത് നിന്ന് അടിച്ചാൽ നിങ്ങളെ ഇടത്ത് വലത്തെന്നും പറഞ്ഞ് പരുത്തുംപാറയോ മാങ്ങാനത്തോ എവിടെയെങ്കിലും കൊണ്ടുപോകും. പക്ഷെ അവിടെ ചെന്നിട്ട് ഗൂഗിളിൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴി നടിച്ചാൽ ഗൂഗിൾ വട്ടം കറങ്ങി നിൽക്കുകയുള്ളൂ. സ്തോത്രം. പക്ഷേ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇത് തരും. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4 അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. മരണത്തിനപ്പുറത്തുള്ള കാര്യം ഗൂഗിളിന് പറയാനൊക്കത്തില്ല. കയ്യെ പിടിച്ചു പറഞ്ഞേ, സ്വർഗത്തിലേക്കുള്ള വഴി ഗൂഗിൾ ആൻറ്റിയും ഗൂഗിൾ അങ്കിളും പറഞ്ഞു തരത്തില്ല, എന്നാൽ ഇവിടം പറഞ്ഞു തരും. ഇന്ന് ജീവൻ പോയാൽ ഒന്നും പേടിക്കണ്ട. സ്വർഗഭവനത്തിൽ ഏത് മഹാഭാവിക്കും കുരിശിൽ കിടന്ന കള്ളനും വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവൾക്കും ഒരൊറ്റ നിമിഷം കൊണ്ട് സ്വർഗത്തിൽ ചെല്ലാനുള്ള വഴി കാണിക്കുന്ന ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഇതാണ് ഏറ്റവും വലിയ ഇൻഫർമേഷൻ. ഈ ലോകത്തിലെ കാര്യങ്ങളും ഈ ലോകത്തിൽ ജയകരമായി ജീവിക്കാനും നിത്യതയിൽ പോകാനും ഈ ഭൂമിക്കപ്പുറത്ത് എന്താണെന്നും പറയാൻ ഔദ്യോഗികമായി ഒരൊറ്റ ഗ്രന്ഥേ ഭൂമിയിലുള്ളൂ. അതിതാണ്. മനുഷ്യൻ എന്തിനു ഭൂമിയിൽ വന്നു, എവിടെ നിന്ന് വന്നു, എന്തിനിവിടെ ആയിരിക്കുന്നു, എങ്ങോട്ട് പോകും, ഈ 3 മനുഷ്യൻ്റെ അന്തരാത്മാവിലെ ആ ചോദ്യങ്ങൾ. എന്തിനാ ഞാൻ ഈ ജീവിതം ജീവിക്കുന്നൊരു ചോദ്യം നമ്മുടെ അകത്ത് വരാത്ത ആരുമില്ല. എന്നാൽ ഇതിന് 3നും മറുപടി പറയാൻ പറ്റുന്ന ഏക ഗ്രന്ഥം. ഒന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുവാൻ ഗാന്ധിജി ഉപയോഗിച്ച ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചാട്ടെ. നോൺ വയലൻസ് എന്ന മാർഗം ഗാന്ധിജി ഗിരിപ്രഭാഷണം, യേശുവിൻ്റെ ഗിരിപ്രഭാഷണം വായിച്ചപ്പോൾ നിങ്ങൾ കയ്യപ്പിടിച്ചു പറയും, ഏതായാലും നെറ്റിലാണല്ലോ സ്ഥിരം ഒന്ന് പറഞ്ഞേ. എന്നാൽ ഇങ്ങനെയും കൂടെ ഒന്ന് അടിച്ചു നോക്കണം. ഗാന്ധി ആൻഡ് ജീസസ് സെർമൺ ഓൺ ദ മൗണ്ട്. ഗാന്ധിജിയുടെ സെർമൺ ഓൺ ദ മൗണ്ട് അദ്ദേഹം ലണ്ടനിലിരുന്ന് വായിച്ചപ്പോഴാണ് അക്രമരാഹിത്യം എന്ന മാർഗത്തിലൂടെ ഇവിടുന്ന് ബ്രിട്ടീഷുകാർ ഓടിച്ചെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലൊന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. ഞാനോർത്ത് ഇരിപ്പ് കണ്ടിട്ട് അമേരിക്കക്കാരാണ്. ഒന്ന് കൈ വീശി കാണിച്ചാട്ടെ. ഇന്ത്യക്കാരായ ഞങ്ങൾ ബൈബിളിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു പറഞ്ഞു ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഇന്ത്യയിലെ പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മാറ്റുവാൻ ഇന്ത്യക്കാരും മിഷണറിമാരുമായ അനേകരെ ആ സതി നിർത്തലാക്കുവാൻ അടക്കം വേണ്ടാത്ത സ്ത്രീകൾ ഇവിടെ അവയവങ്ങൾക്ക് കരം കൊടുക്കണമായിരുന്നു. യഹൂദന്മാരും യവനന്മാരും അതുപോലെ ശമര്യക്കാരുമെന്ന് അത് തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്ന പോലെ നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ടാളൻ എന്നൊക്കെയുള്ള വേർതിരിവ് മാറുവാൻ മിഷണറിമാരിലൂടെയും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും കാരണമായത് ഈ പുസ്തകമാണ്. ഇന്ത്യ ഈ പുസ്തകത്തെ മാനിക്കണം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ഇത് പ്രിൻ്റ് ചെയ്ത് നാട്ടുകാർക്കെല്ലാം കൊടുക്കണം. ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ഗവൺമെൻറ് ചെലവിൽ നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ യേശുവിൻ്റെ നാമം ഒന്ന് ഉയർത്തിയാട്ട്. യേശുവിൻ്റെ മതമാ, യേശുവിൻ്റെ പേരിലൊരു മതമുണ്ട്, കയ്യപ്പിടിച്ച് വരാം, ക്രിസ്തു മതം. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലെന്ന് പറഞ്ഞാട്ടെ. പക്ഷെ ക്രിസ്തു കാണിച്ചു തന്നൊരു മാർഗമുണ്ട്. സ്നേഹത്തിൻ്റെ മാർഗം, ക്ഷമയുടെ മാർഗം, ശത്രുവിനെയും സ്നേഹിക്കുന്ന മാർഗം, മതങ്ങൾക്കതീതമായി ജാതിക്കതീതമായി സ്നേഹിക്കുന്ന മാർഗം. ആ മാർഗം ഇന്ത്യ മുഴുവൻ നിറയട്ടെ. ക്രിസ്തുമതം ഇന്ത്യയിൽ നിറയണ്ട. ക്രിസ്തുവിൻ്റെ മാർഗം എല്ലാവരും സ്വീകരിക്കണം. കരങ്ങൾ അടിച്ച് വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഓ ദൈവത്തിൻ പുത്രനാ യേശു ഭുജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. യേശു വാഴുകയാ, ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോക ജീവിതം. വാഴുകയാ,
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരം സിറ്റിയിൽ നടന്ന നമ്മുടെ വചന പഠനവും വിടുതൽ ശുശ്രൂഷയിലും നമ്മൾ എടുത്ത സബ്ജക്റ്റ് ഇതാണ്, എക്സ്ചേഞ്ച് ഓൺ ക്രോസ്. എല്ലാവരും പറഞ്ഞേ, ക്രൂശിൽ തുടങ്ങിയ എക്സ്ചേഞ്ച് ഓഫർ. എല്ലാവരും പറഞ്ഞേ ആമേൻ. ഇന്നലെ നമ്മളൊരു വചനം വായിച്ചായിരുന്നു. അത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ്. ഇപ്പോൾ സ്തോത്ര സജി ബ്രദർ തന്നെ ആ വചനം ഇന്നലെ വായിച്ചു തുടങ്ങി. ഒരു മൈക്ക് സജി ബ്രദർ ഒന്ന് കൊടുത്ത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത് വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. പഴയ നിയമത്തില് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മാർഗം പറഞ്ഞു. നമ്മൾ ഇന്നലെ വായിച്ചു ആവർത്തനം 28. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല പ്രമാണങ്ങളും നീ തെറ്റാതെ അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് വരും. അത് മരണാനന്തര ജീവിതം അവിടെ പറഞ്ഞിട്ടില്ല, സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ എന്തൊക്കെ കിട്ടും? വായ്പ വാങ്ങാൻ ഇടവരത്തില്ല. നീ എന്ത് കയ്യെത്തുന്ന് തൊട്ടാലും അവിടെ നന്മ വരും. നീ വാലല്ല തലയാവും, ആരോഗ്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. അതാണ് ആവർത്തനം 28. അത് വെച്ചൊരു നല്ല പാട്ടുണ്ട്. എൻ്റെ ദൈവത്താ എൻ്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. അവിടെ പറയണ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും. ഒരനുഗ്രഹത്തിന് വേണ്ടി നിന്റെ നാട് വെട്ടി അടുത്തടുത്ത് പോകേണ്ടി പോലും വരില്ല. നീ തകർന്നിടത്ത് തന്നെ നിന്നെ ഞാൻ ഉയർത്തും. തീർന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നെ ദൈവം ഉയർത്തും. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ മുമ്പിൽ കൃപയാൽ തങ്കുബ്രതനെയും എന്നെയും കർത്താവ് നിർത്തി. കോട്ടയം പട്ടണത്തിൽ നിൽക്കാൻ മേലാത്ത നിലയിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും, ഈ ബിസിനസ്സിലെടുത്ത ഒത്തിരി ലോണുകളുണ്ട്, അതെല്ലാം താൻ ആക്സിഡൻറ്റിൽപ്പെട്ട് തളർന്നു കഴിഞ്ഞപ്പോൾ ബിസിനസ്സുകൾ തകർന്നു, അടയ്ക്കാൻ മേലാതായി. അടച്ചുകൊണ്ടിരുന്നാണ്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അടച്ചുകൊണ്ടിരുന്ന. ഒടുവിൽ വലിയ കടബാധ്യതയും ശരീരത്തിൻ്റെ തളർച്ചയും ഒരുപോലെ അനുഭവിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ജപ്തിമേളയായിരുന്നു വീട്ടിൽ. പലരും കൊണ്ട് നോട്ടീസ് ഒട്ടിച്ചതാണ്. ആ നാട്ടിൽ ഒരിക്കലും നിൽക്കത്തില്ലെന്ന് വിചാരിച്ചെങ്കിൽ യേശുവിനെ സ്വീകരിച്ച ആ കുടുംബം ഇന്ന് ആ നാട്ടിൽ അനേകർക്ക് അനുഗ്രഹമായി. തങ്കുബ്രദറിനെ നിർത്തിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. അതിൽ സന്തോഷമുള്ളവരെന്ന് കൈയടിച്ച് കർത്താവ്. ശാപം കൊണ്ട് കുറ്റിയറ്റു പോകേണ്ട ഒരു വീടായിരുന്നു എൻ്റേത്. എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ തന്നെ 3 പേരുടെ ശവപ്പെട്ടി ആ വീട്ടിൽ വെച്ചു. എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും രോഗികളായി. 2 കിഡ്നിയും തകർന്നൊരു പെങ്ങൾ, മാനസിക അസ്വസ്ഥത ബാധിച്ച് 2 പേരുടെയും പഠിത്തം അങ്ങനെ പോയി. അങ്ങനെ 2 പേര്. ഞങ്ങൾക്കൊരു ബാങ്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ തകർച്ച, എസ്റ്റേറ്റിൻ്റെ തകർച്ച. ഞാൻ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ പഠിക്കാൻ വന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ അടിവരെ കൊണ്ട വ്യക്തി എഴുതിയിരിക്കും. നശിച്ച് തകർന്ന് വഴക്കും അലോഹ്യമായി എല്ലാ ദിവസവും സമാധാനമില്ലാതെ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഒരു പത്രവാർത്തയായിട്ട് ഈ വീട് തീരുമാനിക്കുമെന്ന്. ഈ നാട്ടിൽ ഇനി നിൽക്കത്തില്ലെന്ന്. എന്നാൽ 84 ഈ യേശുവിനെ എനിക്കൊരു ദൈവദാസൻ പരിചയപ്പെടുത്തി തന്നു. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇതൊരു കഥയായിരുന്നു എനിക്ക്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ ഒരാൾ കർത്താവിനെ സ്വീകരിച്ചാൽ നിൻ്റെ വീട് മുഴുവൻ വിടുതലാവും. ആ ദൈവദാസൻ സ്തോത്രം എനിക്ക് തന്ന വചനം സ്തോത്രം, ഞാൻ എൻ്റെ അപ്പനെയും മറ്റുള്ളവരെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അവർ നിമിത്തം ശാപം വന്നത്. ആര് നിമിത്തമായിക്കോട്ടെ, കയ്യെ പിടിച്ച് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം ആര് നിമിത്തമായിക്കോട്ടെ, നീ ഒരാൾ നിന്നാൽ. മക്കളെ, 21-ാം വയസ്സിൽ ഈ അന്ന് ചെറുപ്പക്കാരനായിരുന്ന എന്നെ, ഇന്നും ചെറുപ്പക്കാരനാണ്, അന്ന് കർത്താവ് നിർത്തി. ഞാനായിരുന്നു വീട്ടിൽ വഴക്കാളി, വിട്ടുകൊടുക്കാത്തയാൾ. എന്നാൽ നീ ഒരു സമാധാനപുത്രനായാൽ കയ്യെ പിടിച്ച് പറ, മനസ്സിലായോ? നിന്നിലൂടെ ആ വീട് അത്ഭുതമായി തീരും.
അങ്ങനെ കർത്താവിൽ വന്നു. എൻ്റെ മാറ്റം, എൻ്റെ അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരനെല്ലാം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിത പങ്കാളിയെ എനിക്ക് തന്നു. ഞങ്ങൾ കൈകോർത്ത് ഒത്തിരി കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചു. വേണേ പലതും ബഹളം വെക്കാവുന്നിടത്ത് ബഹളം വെക്കാതെ മുട്ടയിലിരുന്നപ്പോൾ ആ വീട് വിടുതലായെങ്കിൽ, നാട്ടിൽ നിൽക്കാൻ കഴിയാതെ തകർന്ന ഭവനം ഇന്ന് ആ നാട്ടിലെ ഏറ്റവും ബ്ലസ്ഡായ ഒരു ഭവനമായി തീർന്നു. ഞങ്ങളുടെ കഴിഞ്ഞ തലമുറയിലും ഒക്കെ പെൺതലമുറകൾ മുഴുവൻ തകർച്ചയായിരുന്നു, ആൺതലമുറകൾക്കും പ്രശ്നമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം, എൻ്റെ മോൻ ഇന്നൊരു പ്രോഫറ്റാണ്. എൻ്റെ മൂത്ത മോള് ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും അവൾക്ക് റാങ്ക് കിട്ടി. എൻ്റെ ഇളയ മോക്കായിരുന്നു ഈ കഴിഞ്ഞ വർഷം MG യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ 1ാം റാങ്ക്. എൻ്റെ മോക്ക് റാങ്ക് കിട്ടിയതിന് നിങ്ങൾ കൈയടിക്കാമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനും കിട്ടാൻ സാധ്യതയുണ്ട്. കയ്യെ പിടിച്ചു പറ, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കാൻ അനുഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ നന്മ കണ്ട് സന്തോഷിക്കാമെങ്കിൽ നിൻ്റെ മേലും നന്മ ഇറങ്ങി വരും. എനിക്കൊരു സഹോദരനെ അറിയാം. അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ക്രൈസാണ്. ഏറ്റവും കൂടുതൽ വാഹനവും ബെസ്റ്റ് വീടും ഒക്കെ ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കോട്ടയത്തെ KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ മീറ്റിങ്ങിന് വന്നപ്പോൾ തങ്കു ബ്രദർ പറഞ്ഞ ആ ദർശനത്തിൻ്റെ വാക്കുകളാണ് ഞാൻ വെറും ബസ്സിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിൽ ഒരു ബിസിനസ് ചെയ്താൽ ദർശനത്തോടെ ചെയ്യണമെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് കിട്ടി. അദ്ദേഹത്തിന് ബിസിനസ്സുകൾ ദൈവം കൊടുത്തു, വഴികൾ തുറന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാറില്ലാഞ്ഞപ്പോഴും ഞാൻ വണ്ടിയെ തൂങ്ങിപ്പോകുമ്പോഴും നല്ലൊരു കാറ് കണ്ടാൽ ഞാൻ അനുഗ്രഹിക്കും. അതെനിക്ക് ഹെവൻലി ഫീസ്റ്റിൽ നിന്ന് കിട്ടിയ അറിവാണ്, അനുഗ്രഹിക്കണമെന്നുള്ളത്. ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്ത് ഇന്ന് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വണ്ടികളുടെ ശേഖരം ഒരാൾ അതിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട്. കേരളത്തിലെ മുന്തിയ തരം കാറുകൾ എല്ലാത്തിനും ഒരേ നമ്പർ പുള്ളി മേടിച്ചിട്ടിരിക്കുക. പുള്ളിയുടെ ഒരു ക്രൈസായിരുന്നു അത്. പ്രൈസലോ. അപ്പോൾ തന്നെ എനിക്കറിയാം അദ്ദേഹം അനേക തകർന്നവർക്ക് വീട് വെച്ച് കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യന്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ കൈയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് അനുഗ്രഹിച്ചേ, നിറഞ്ഞ് കവിയട്ടെന്നേ. നിങ്ങൾ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. തലമുറകളില്ലാത്തവർക്ക് ഇന്ന് തലമുറകൾ ദൈവം തരാൻ പോവുകയാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അടഞ്ഞുപോയ ബിസിനസ്സുകൾ തുറക്കുന്ന കാഴ്ച കാണാൻ പോകുകയാണ്. ഒരു പാർട്ട്ണർഷിപ്പിൽ വന്ന് എന്തോ ഒരു ബിസിനസ് ചെയ്തിട്ട് പാർട്ട്ണറിൽ നിന്നുണ്ടായ ചില പ്രതിസന്ധികൾ നിമിത്തം അത് പ്രയാസത്തിലായ എന്തോ ഒരു ബിസിനസ് ഇവിടെ ഉള്ളയാളാണോ ലൈവിലാണോ എന്ന് എനിക്കറിയില്ല. അതേ പാർട്ട്ണർ കർത്താവിൻ്റെ ഒരു സ്പർശനം ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു പറഞ്ഞ് കൈ കോർത്ത് വീണ്ടും ആ ബിസിനസ് നിങ്ങൾ ഒന്നിച്ച് ചെയ്യുകയും ഉന്നതങ്ങളിലേക്ക് പോകുന്ന ചില കാര്യങ്ങൾ എൻ്റെ അകത്തേക്ക് വരുന്നത് ആത്മാവിൽ ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ കരം ഇവിടെ വ്യാപരിക്കുകയാണ്. കരങ്ങൾ അടിച്ചു വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ ദേശത്ത് തകരേണ്ട ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട നിമിത്തം ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ നടന്നെങ്കിൽ, UK നിന്ന് ഇതിന് വഴിയൊരുങ്ങെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർ ഇന്നൊരു TV പ്രോഗ്രാമിന് കൊടുക്കാൻ പോലും ഇന്ന് സ്തോത്രകാഴ്ച ഇടാൻ കയ്യിലില്ലായിരിക്കും. എന്നാൽ നാളെ നിന്നെ കൊണ്ട് ഇതുപോലെ ഓഡിറ്റോറിയങ്ങളും ഗ്രൗണ്ടുകളും എടുത്ത് മീറ്റിംഗ് നടത്തുന്ന നിലയിൽ ചെയ്യുവാൻ കർത്താവ് മതിയാണ്. അവിടെ പറയുകയാണ്, സ്തോത്രം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം 28 അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞാൽ ഇന്നലെ ഓർപ്പിച്ചല്ലോ, അതിൻ്റെ 15-ാം വാക്യം മുതൽ 55 വാക്യങ്ങൾ ശാപമാണ്. 14 വാക്യത്തിൽ വചനം മുഴുവൻ നീ അനുസരിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നാണ്. തുടർന്നുള്ള 55 വചനങ്ങളിൽ ഒരെണ്ണത്തിൽ തെറ്റിയ ശാപമാണ്. യാക്കോബിൻ്റെ ലേഖനം പറയുന്നു, സ്തോത്രം, ഞാൻ ഇപ്പോൾ പലയിടത്തും പറയുന്നത് സ്വർഗത്തിൽ പോകാൻ 3 വഴിയുണ്ട്. ആദ്യം കേൾക്കുകയായിരിക്കുമല്ലേ, ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളോട് ഇപ്പം ചോദിച്ചാൽ ഏതാണോ സ്വർഗത്തിൽ പോകാനുള്ള വഴി ഒന്ന് വിളിച്ചു പറഞ്ഞ് ഉറക്കെ പറ, ഒന്നുകൂടെ പറ. യേശു മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താനൊക്കത്തില്ല. ദർ ഇസ് ഓൺലി വൺ വേ ജീസസ്. എന്നാൽ 2 വഴിയും കൂടെ ഉണ്ട്. അതിതാണ്, ഒരു തെറ്റും പറ്റാതെ ജീവിച്ചാൽ മതി. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ
അതിനാണ് ന്യായപ്രമാണം കൊടുത്തു, നീ പ്രമാണം മൊത്തം അനുസരിച്ചു. 10 കൽപ്പനകളും 600-ൽ പരം ഉപകൽപ്പനകളും കൊടുത്തു. എന്നിട്ട് ഇസ്രായേൽ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളിത് എന്ത് ചെയ്തോളാം, അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം ഉടമ്പടി മുദ്രയിട്ടു രജിസ്ട്രാർ ഓഫീസിൽ. രക്തമെടുത്ത് ഈ പുസ്തകത്തിന്മേലും ജനത്തിന്മേലും മോശ തളിച്ചു. നമ്മളൊരു വസ്തു എഴുതി കൊടുക്കുകയാണെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, വിൽക്കുന്നയാളും മേടിക്കുന്നയാളോടും ചോദിക്കും, എല്ലാം ഓക്കെ അല്ലേ, പൈസ കിട്ടിയില്ലേ എന്ന് എഴുതുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ മുദ്ര പേപ്പറിൽ എന്ത് ചെയ്യും, നമ്മുടെ കൈയുടെ വിരൽ മുദ്ര പതിപ്പിക്കും. ഇതുപോലെ അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ ഈ വ്യവസ്ഥ മുഴുവൻ ഒരു പുസ്തകത്തിൽ എഴുതും. എന്നിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറയും അനുസരിച്ചോളാം. അനുസരിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് അനുസരിച്ചോളാം എന്ന് പറഞ്ഞ വ്യക്തിയുടെ മേലും ഈ വ്യക്തിയുടെ മേലും തളിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായി പുസ്തകത്തിന്മേലും തളിച്ചു, ജനത്തിന്മേൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. അതിനകത്തെ ആദ്യ കൽപ്പനകളിൽ ഒന്നാണ്, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, വേറെ ഒന്നിനെയും വണങ്ങരുത്. ഈ പുസ്തകം മേടിച്ചുകൊണ്ട് 10 കൽപ്പന മേടിച്ചുകൊണ്ട് താഴെ എത്തിയില്ല, അതിന് മുമ്പ് തന്നെ 1-ാം കൽപ്പന ലംഘിച്ചു. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി എന്ത് ചെയ്തു, അതിനെ വണങ്ങാൻ തുടങ്ങി. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവ് ആ 10 കൽപ്പനകളിൽ ചിലത് കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞു. 10 കൽപ്പനകൾ വാസ്തവത്തിൽ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാലേ കുഴപ്പമുള്ളൂ. പക്ഷെ യേശു പറഞ്ഞത് കാണിക്കേണ്ട മനസ്സിൽ വന്ന പാപമാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടുള്ളൂ. ചെയ്താലേ ഒരു നിയമത്തിന് മുമ്പിൽ തെറ്റാകത്തുള്ളൂ, ശരിയല്ലേ? ഇന്ത്യൻ നിയമത്തിന് മുമ്പിലാണെങ്കിലും മോശയുടെ നിയമത്തിനാണെങ്കിലും ആക്ഷനേ ഉള്ളൂ തെറ്റ്. എന്നാൽ യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, ഒരു സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ അവൻ അഗ്നി നരകത്തിന് യോഗ്യനാണ്. അടുത്തിരിക്കുന്ന ആൾ പറ, മാർക്ക് ലിസ്റ്റ് കാണിക്കണമെന്നില്ലെന്ന് പറഞ്ഞാൽ. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. അതുകൊണ്ടാണ് ഭാഷയിൽ പോലും വേറൊരാളെ കുഴപ്പം പറയുന്നതിന് തേജോ വധമെന്നാണ് പറഞ്ഞത്. ശരിയാണോ? വധമാണത്. പിന്നെ പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, മോഹിച്ചാൽ വ്യഭിചാരമായി. അതുകൊണ്ടാണ് ഈ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞിട്ട് റോമാലേഖനം 3:23 പറയണം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ഉറക്കെ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സമ്മതിക്കും ആ നിയമത്തിന് മുമ്പിൽ ഞാൻ കുറ്റവാളിയാന്ന് പറഞ്ഞ കൈ ഉയർത്തി പിടിച്ച്? അപ്പോൾ കയ്യെ പിടിച്ച് പറഞ്ഞ്, യേശു ഇല്ലാതെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു തെറ്റും പറ്റരുതെന്ന് പറഞ്ഞാണ്ട് ഒന്ന് പറ്റും. ചിന്ത പോലും എന്ത് ചെയ്യരുത്, തെറ്റ് പറ്റാൻ ആരുമില്ല. ഓക്കെ, ഇനി തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല, പരിഹാരകർമ്മം ചെയ്താൽ മതി. പഴയ നിയമത്തിലാണെങ്കിൽ അവർ ആടുകളെ കാളകളെ യാഗം കഴിക്കും, നേർച്ചകൾ, തീർത്ഥാടനങ്ങൾ, പാപത്തിന് പരിഹാരം ചെയ്യണം. പക്ഷേ എബ്രായ ലേഖനം പറയാണ്, ഈ കൊല്ലം ചെയ്ത യാഗം അടുത്ത കൊല്ലം ചെയ്യണം. ഇതൊരിക്കലും പരിപൂർണ്ണ വിടുതലില്ല. മനസാക്ഷിയിൽ സംഭവം ഓക്കെ ആയെന്ന് തോന്നുന്ന ഒരു മതകർമ്മവും യഹൂദ മതത്തിലില്ല. ചെയ്തത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നടക്കുമോ? പൈസ മുടക്കണം, മെഴുകുതിരി കത്തിക്കണം. യെരുശലേം വരെ മുട്ടയിലഴയുന്നവർ വരെ ഉണ്ട്. എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും കുരിശെടുത്ത് മുട്ടയിലഴഞ്ഞു പോകുന്നവരുണ്ടായിരുന്നു. കയ്യെ പിടിച്ചോടാ, കുഞ്ഞെ നീ എടുക്കാതിരിക്കാനാ കർത്താവ് എടുത്തതെന്ന് പറ. നീ ഇനി യാഗം കഴിക്കാതിരിക്കാൻ അവിടുന്ന് യാഗം കഴിച്ചതെന്ന്. അതിൻ്റെ പേരാണ് കർമ്മമാർഗം. ഉറക്കെ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് മോളൊന്ന് വായിച്ച് റോമർ 3:27 ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, സ്തോത്രം, നമ്മുടെ നാട്ടിലും എല്ലാ മതങ്ങളും പറയുന്നൊരു കാര്യമാണ്, മനുഷ്യന് കർമ്മദോഷമുണ്ട്. ഉറക്കെ പറഞ്ഞേ. ദോഷമുണ്ടോ ഇല്ലയോ? ഉണ്ടെന്നേ. കർമ്മദോഷത്തിന് അടുത്ത കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് പരിഹാരം നേടാൻ. പക്ഷെ അങ്ങനെ പരിഹാരം തരാൻ കഴിയുന്ന ഒരു കർമ്മവും ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഒരു കർമ്മം നടന്നു. നിനക്ക് വേണ്ടി നീ ചെയ്ത സകല തെറ്റിനും വേണ്ടി, നിന്റെ പിതാക്കന്മാർ ചെയ്ത തെറ്റിനു വേണ്ടി പാപമില്ലാത്തൊരു കുഞ്ഞാട്
നിന്റെ പാപവും ശാപവും തൻ്റെ മേലെടുത്തു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന വചനപ്രകാരം നീ അനുഗ്രഹിക്കപ്പെടാൻ യേശു നിന്റെ ശാപം, നിന്റെ പിതാക്കന്മാരുടെ ശാപം, തോമസ് ഊട്ടി ബ്രദറിന്റെ വീട്ടിലെ 3 തലമുറ ശാപം, നിന്റെ ശാപം, നീ ചെയ്ത തെറ്റുകൾ മുഴുവൻ യേശു ഏറ്റെടുത്തു. ഒന്ന് വായിച്ചേ മോളെ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി പോയി. ഏതു മാർഗത്താൽ? ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ അല്ല. ഉറക്കെ പറ. അല്ല, വിശ്വാസ മാർഗത്താൽ. എത്ര ഉറക്കെ പറഞ്ഞേ? വിശ്വാസ മാർഗത്താൽ. എന്താണ് ഈ കർമ്മമാർഗം? നമുക്ക് നോക്കാം. അടുത്തിരിക്കുന്ന മോള് വായിക്കുമോ? കുഴപ്പമില്ല. എന്നാൽ ഇവിടെ മൈക്കുണ്ടോ? ഇവിടെ ഒക്കെ വേണേ ആൾക്കാർക്ക് മാറി വായിക്കാം അല്ലേ? സജി ബ്രദർ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വചനങ്ങൾ വായിച്ചു. കൈസര്യയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഒരു റോമൻ സൈന്യത്തിലെ ഒരു 100 പട്ടാളക്കാരുടെ അധിപനായ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ചേ. അവൻ ഭക്തനും ഭക്തനാണ്. ഉറക്കെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. വീട്ടുകാർ മൊത്തം ദൈവഭയമുള്ളവർ. അത്രയും തന്നെ പറയാൻ നമുക്കൊക്കെ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പലരും കാണുമായിരിക്കും. പക്ഷെ ഇത്രയും ഭക്തിയുള്ളവർക്ക് അടുത്ത ഭാഗം കാണണമെന്നില്ല. ഒന്ന് വായിച്ചേ. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. ജനത്തിന് ധർമ്മം കൊടുക്കുകയല്ല, ഇത് നമ്മൾ വരുന്നയാളെ പറഞ്ഞാൽ ചോദിക്കുക. എന്നും കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങോട്ട് വന്നേ ഉള്ളത്, ഓടിപ്പോകും. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചെന്നല്ല, പിന്നെ നമുക്ക് ടൈം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ അധ്യായം അതിൻ്റെ അടുത്ത അധ്യായം വായിച്ചാൽ മതി. ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി പറയുകയാണ്, വായിക്കണ്ട. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ഏത് മതക്കാരൻ പറഞ്ഞു പ്രാർത്ഥിച്ചാലും നല്ല കാര്യം ചെയ്താലും ഈശ്വരൻ കാണുമെന്ന് പറ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആ നല്ലത് ചെയ്യുന്നവരെ കാണുമ്പോൾ കർത്താവിന് വലിയ സന്തോഷം. പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഈ പ്രയത്നങ്ങൾ, കർമ്മങ്ങൾക്ക് നിന്നെ അവിടെ എത്തിക്കാൻ കഴിയില്ല. പക്ഷെ നിന്റെ ഈ പ്രയത്നങ്ങൾക്കും നിന്നെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു വാർത്ത നിന്നോട് അറിയിക്കാൻ പത്രോസ് എന്ന മറുപേരുള്ള ശിമോൻ യോപ്പയിൽ പാർക്കുന്നുണ്ട്. ഇന്ന് ആ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞ് ദൂതൻ കൊടുത്തിട്ട് പോയി. എന്നാൽ ദൈവദൂതൻ അങ്ങ് സുവിശേഷം പറഞ്ഞാൽ പോരെ? ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ നിമിത്തം ചില വീടുകൾ വിടുതലാവും. ദൈവദൂതന് സുവിശേഷം പറയാനുള്ള പവറും അതോറിറ്റിയും കൊടുത്തിട്ടില്ല, നിങ്ങൾക്കും എനിക്കും തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ചിലരോട് സുവിശേഷം പറഞ്ഞ് തകരാനിരുന്നവർ വിടുതലായില്ലേ? അങ്ങനെ അനുഭവമുള്ളവരുന്ന കൈ ഉയർത്തി വീശി കാണിച്ച് ആ സുവിശേഷം ലോകം മുഴുവൻ നിറയട്ടെ. നമുക്കൊന്നിച്ചൊന്ന് പാടാം. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നാനുദീനം എനിക്കവൻ. ദൂതഗണം കാവലായി തൻ അനുദീനം എനിക്കവൻ. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടും. പാടും ഞാൻ പരമേശനു സതതം. നീ പത്രോസിനെ വരുത്ത്, ഒരു വാർത്ത കേൾക്കണം. കയ്യൊപ്പിടിച്ച് വരെ ഒരു വാർത്ത കേൾക്കണം. അതങ്ങ് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു, ഇനി നിന്റെ കർമ്മമാർഗം വഴി അല്ല വിടുതൽ, വിശ്വാസമാർഗം വഴി. നിനക്ക് വേണ്ടി നടന്ന ഒരു കർമ്മത്തെ എനിക്കാണെന്ന് നീ ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചാൽ നിന്റെ മേലത് വരും. ഞാൻ ഇന്നലെ ഓർപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു ഫുട്ബോൾ ഫൈനല്, ഒരു പ്രാവശ്യത്തെ ഫുട്ബോൾ കളി എൻ്റെ വീട്ടുകാരെല്ലാം ഇരുന്ന് കാണുക. രാത്രിയിലെല്ലാം ഉറക്കളച്ച് ഞാൻ പോയി കിടന്നുറങ്ങും. ഒടുവിൽ അവരൊക്കെ ഏതോ ഒരു ടീമിൻ്റെ കൂടെയായിരുന്നു. അത് തോറ്റപ്പം ഭയങ്കര സങ്കടത്തിൽ കിടന്നു.
ഞാൻ രാവിലെ എഴുന്നേറ്റ് പത്രത്തിൽ വാർത്ത നോക്കി, കയ്യപ്പട വാർത്ത നോക്കാൻ നോക്കിയപ്പോൾ അന്ന് ജയിച്ചത് ഏതാണ്, ഫ്രാൻസോ സ്പെയിനോ ഏതാണ്. എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രാൻസിൻ്റെ സൈഡാണെന്ന് പറഞ്ഞു. ഇത് വാർത്ത നോക്കി വിശ്വസിച്ച ആളാ. കയ്യെ പിടിച്ച് പറ, ജയിച്ച ആളുടെ കൂട്ടം കൂടിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഫ്രാൻസിൻ്റെ സൈഡ് അല്ലെന്ന് അവർക്കിപ്പോൾ പറയാൻ പറ്റുമോ? അതാണ്, നീ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. എത്ര പേര് പറയും? ഇത് അവരവർ പറയല്ലാതെ ഒരു രക്ഷയില്ല. വീട്ടിലെ അച്ചായൻ നിന്നോണ്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് ഇത് കിട്ടുകയില്ല. ഓരോരുത്തൻ പറയണം. ആ ക്രൂശിലെ ആ സ്തോത്രം വലിയ മത്സരം, അവിടെ വെച്ചാണ് യേശു സാത്താൻ്റെ തലയെ തകർത്തു, നിന്റെ പാപം പരിഹരിച്ചു. ഒരു 7 എക്സ്ചേഞ്ച് അവിടെ നടത്തുന്നുണ്ട്. കയ്യെ പിടിച്ച് പറ, നിന്റെ പഴയ വണ്ടി ഇഞ്ഞ് കൊണ്ടുപോവാ, ബ്രാൻഡ് ന്യൂ വണ്ടി കൊണ്ടുപോക്കൂ. നിന്റെ ഇടിച്ച വണ്ടി ഇഞ്ഞ് കൊണ്ടുപോവാ, ഇതാ പുത്തൻ കൊണ്ടുപോക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു എക്സ്ചേഞ്ച് ഓഫർ ക്രൂശിൽ നടന്നതിനായി കരമടിച്ച് വായു തുറന്ന് കർത്താവിന് സ്തോത്രം. അപ്പൊ ക്രൂശിൽ എനിക്ക് വേണ്ടിയല്ല, ഇന്ന് ലോകത്തുള്ള 800 കോടിക്കും വേണ്ടി, മനുഷ്യനായി പിറന്ന സകലർക്കും വേണ്ടി ഒരു യാഗം നടന്നു. പഴയ നിയമകാലത്തില് ആടിനെയും കാളയൊക്കെ യാഗം കഴിക്കുന്ന സകര്യാ പുരോഹിതന്റെ മോൻ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുക, സ്തോത്രം, നിങ്ങളുടെ പാപങ്ങളെ ചുമക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എൻ്റെ അപ്പൻ ഇന്ന് ആലയത്തിൽ വെട്ടുന്നുണ്ടെന്നല്ല പറഞ്ഞ്. പിന്നെ ഇതാ ഈ നടന്നു വരുന്ന യേശു മാനവജാതിയുടെ പാപത്തെ ചുമന്നൊഴിവാക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ ഏറ്റെടുത്ത ഒരു യാഗമേ ഉള്ളൂ, ക്രൂശിലെ യാഗമാണ്. ആമേൻ. യഹൂദൻ നടത്തുന്ന ചില യാഗങ്ങൾ വ്യക്തിക്ക് മാത്രമേ ഗുണമുള്ളൂ. പെസഹായിൽ നടത്തുന്ന യാഗം, സ്തോത്രം, ഒരു വീട്ടുകാർക്ക് മാത്രമേ ഗുണമുള്ളൂ. മഹാപാപ പരിഹാര ദിവസം നടത്തുന്ന യാഗം ജൂതജനത്തിന് മാത്രമേ ഗുണമുള്ളൂ. ഇന്നത്തെ 800 കോടിയുടെ 1% പോലും ഇല്ല അവർ. എന്നാൽ ഇന്നുള്ളവരും ജീവിച്ചവരും ഇനി ജനിക്കാൻ പോകുന്നവരുമായ സകലരുടെയും പാപമില്ലാത്തൊരു കുഞ്ഞാട് ഏറ്റെടുത്തു. അവൻ്റെ പേരാണ് യേശു. പക്ഷെ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഞാൻ പറയണം എൻ്റെയാണ്. അതോടുകൂടെ ആ ക്രൂശിൽ നടന്ന എല്ലാ എക്സ്ചേഞ്ചുകളും നമുക്കായി മാറും. 2 കൊരിന്ത്യർ 5:21 ഒരാളെടുത്ത് വെക്കണം. 1 പത്രോസ് 2:24 സജി ബ്രദർ എടുത്ത് വെക്കണം. 2 കൊരിന്ത്യർ 5:21 മോള് വായിക്കണം. ഗലാത്യർ 3:13 നമ്മൾ വായിച്ചതായതുകൊണ്ട് ഇനി അത് വേണ്ട. ഓക്കെ, മോള് വായിച്ചേ. 2 കൊരിന്ത്യർ 5:21 വായിച്ചേ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഉറക്കെ പറ, പാപമറിയാത്ത യേശുവിനെ, പാപിയായ എന്നെ നീതിമാനെന്ന് വിളിക്കാൻ ദൈവം പുത്രനെ പാപിയാക്കി. നല്ല സ്നേഹമുള്ളൊരു അമ്മയും അപ്പനും ഒക്കെ ഒരു മകൻ പോയി വലിയൊരു കേസിലകപ്പെട്ടാൽ അവന് വേണ്ടി പറയും ഞാനാ ചെയ്ത്, അല്ലേ? പാപം അറിയാത്തവൻ, പാപം എന്താന്ന് പോലും അറിയാത്ത ക്രിസ്തു നിന്റെ എൻ്റെയും സകല വേണ്ടാധീനങ്ങളും ഏറ്റെടുത്തു. വിശ്വാസികൾ തമ്മിലെന്ന് പറഞ്ഞ് ഇനി പാപം ചെയ്യരുതെന്ന്. ആ കൃപയുണ്ടല്ലോ, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം? യേശുവിൻ്റെ ക്രൂശിലെ എക്സ്ചേഞ്ച്, ഈ പകരം മരണത്തെക്കുറിച്ച് ഞാൻ നല്ലൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലെ 2 ആമക്കൾ, ഒരുത്തൻ വളർന്ന് ജഡ്ജിയായി, ഒരുത്തൻ വന്നപ്പോൾ ക്രിമിനലായി അവൻ കൊലപാതകം ചെയ്ത അനിയൻ ചേട്ടൻ്റെ കോടതിയിൽ തൻ്റെ കേസ് വന്നു. അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ പലരും പറഞ്ഞു, ഇയാളൊരു നീതിമാനായ ജഡ്ജിയാണെങ്കിൽ അനിയനാണെന്ന് നോക്കാതെ എന്തു ചെയ്യും? ശിക്ഷ കൊടുക്കും. സഹോദരിമാർ പറഞ്ഞു, ഇയാളൊരു സ്നേഹവാനായ ചേട്ടനാണെങ്കിൽ എങ്ങനെയും വിടുവിക്കും.
ഒടുവിൽ ശിക്ഷ വിധിച്ചു ചേട്ടൻ. ഇവനെ മരണം വരെ തൂക്കിലിടുവാൻ ഈ കോടതി വിധിക്കുന്നു. സഹോദരിമാർ പറഞ്ഞു, ക്രൂരനായ ചേട്ടൻ. അതാണ് ഈ പഴയ നിയമം. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം, തെറ്റുകൾക്ക് ശാപം. നീതിമാന് അത് ശിക്ഷ വിധിച്ചേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം പാപത്തിന് കൂട്ടു നിൽക്കുന്നെന്ന് വരുമല്ലേ. എന്നാൽ അനീതിമാനായ ജഡ്ജി ഈ അനിയനെ തൂക്കിലേറ്റുന്നതിൻ്റെ തലേ രാത്രി ജഡ്ജി വേഷം ധരിച്ച് അവിടെ ചെന്നിട്ട് അനിയനോട് പറഞ്ഞു, ഇതൊരു കഥയാണ്, ഇങ്ങനെ നടക്കുന്ന കാര്യമല്ല. നിൻ്റെ കുറ്റവാളി വേഷം എനിക്ക് തരിക, എൻ്റെ ജഡ്ജി വേഷം നീ ഇട്ടുകൊണ്ട് നീ പുറത്തിറങ്ങിപ്പോക്കോ, ഇനി പാപം ചെയ്യരുത്, നിനക്ക് പകരം ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്തോളാം. ഇതകത്ത് കയറിയാൽ ഈ അനിയൻ ജീവിതത്തിൽ വേണ്ടാതീനം കാണിക്കും. ഒന്ന് കയ്യെ പിടിച്ചോ, എൻ്റെ പൊന്നനിയ. ഒരു ചിന്തയിൽ പോലും തെറ്റ് വരുമ്പോൾ ചങ്ക് പൊട്ടണം വിശ്വാസിയുടെ. കരമുയർത്തി നന്ദി പറഞ്ഞാൽ. ഇല്ലാമേലാൽ പോകില്ലേനി പഴയ വഴിയിൽ പോകില്ല, ഇല്ലാമേലാ എന്നേശുവേ കയ്യെ പിടിച്ച് പറ, ചേട്ടൻ നിന്റെ തെറ്റെല്ലാം എടുത്തെന്ന് പറഞ്ഞു, ശിക്ഷയും ഏറ്റെടുത്തെന്ന് പറഞ്ഞു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നിനക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം വരാൻ നിന്റെ ശാപം മുഴുവൻ അവൻ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു. നിന്റെ പാപത്തിന്റെ എക്സ്ചേഞ്ച്. കയ്യെ പിടിച്ച് പറ, ശാപത്തിന്റെ എക്സ്ചേഞ്ച്. എല്ലാ വചനം കൂടി ഇനി ഞാൻ വായിക്കില്ല. 1 പത്രോസ് 2:24 ആരാ വായിക്കുന്ന? വായിച്ചു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കയ്യെ പിടിച്ച് പറ, ക്രൂശിൽ ശാപം മാറി, അനുഗ്രഹം കിട്ടി. അടിപൊളി എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറ. ക്രൂശിൽ പാപം മാറി, നീ നീതിമാനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. കയ്യെ പിടിച്ച് പറ, അടിപൊളി എക്സ്ചേഞ്ച് ഓഫർ. 3, നിന്റെ രോഗം മുഴുവൻ അടിപ്പിണരുകളായി. ഹല്ലേലൂയ. 1 കുറയെ 40 അടി തലങ്ങും വിലങ്ങും അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറി. യെശയ്യാ പ്രവചനം 53 പറയാണ്, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, രോഗം ശീലിച്ചു നിനക്ക് സൗഖ്യമുണ്ടാകാൻ. 1 പാപരോഗത്തിൻ്റെ സൗഖ്യം, 2 നിന്റെ ക്യാൻസർ, നിന്റെ ബ്ലഡ് ഡിസീസ്, നിന്റെ കയ്യിലെ പ്രശ്നങ്ങൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കൂടെയുള്ള 2 സഹോദരന്മാർ, ബാലകൃഷ്ണൻ ബ്രദറിനെ ദൈവാത്മാവ് വെളിപ്പെടുത്തി കാലിൻ്റെ അടിയിൽ, കാല് തറയെ ചവിട്ടാൻ മേലാത്ത വേദനയുള്ള ആരോ, ഇങ്ങനെ ചവിട്ടുമ്പോൾ ഉപ്പൂറ്റി അതുപോലെയൊക്കെ വേദനയുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി പിടിച്ച് സൗഖ്യമാകുമെന്ന്. ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ ഉള്ളല്ലേ. കണ്ടോ, വന്നുടനെ ആൻറ്റിയുടെ വിവരം കർത്താവ് വെളിപ്പെടുത്തിയതിനായി കരമടിച്ച് സ്തോത്രം. ഇന്ന് സൗഖ്യമാണ്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം. 2 നമ്മുടെ അതാരായിരുന്നു കണ്ടത്? ലാലപ്പൻ ബ്രദർ എന്തായിരുന്നു കണ്ടത്? ഒന്നുകൂടെ പറ. കണ്ണുമായിട്ട് പ്രയാസം, കാഴ്ച കണ്ണുമായി പ്രശ്നങ്ങൾ ഇന്നിവിടെ സൗഖ്യമാവും. കാഴ്ചയില്ലാത്തവരോ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കര ഉയർത്തി പിടിച്ചോ. ഇന്ന് നിനക്ക് സൗഖ്യമാണ്, ഇന്ന് നിനക്ക് സൗഖ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദർശനം കണ്ടായിരുന്നു. ഇന്നലെ അത് ഞാനൊന്ന് കണ്ടു. ഒരു കുഞ്ഞിനെയും പിടിച്ചോണ്ട് ഒരമ്മ വരുന്നതായി. ഇവിടെ അങ്ങനെ വന്നവർ കാണുമായിരിക്കും. ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. അവർക്ക് ഏതെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥതയുള്ള കുഞ്ഞോ ആണോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ കുഞ്ഞിനെ ഒന്ന് എടുത്തു പിടിച്ച്. ആ മോനെ, അവൻ അത്ഭുത വിടുതൽ എന്ന് കിട്ടും. ഇന്നലെ ഒരു കുഞ്ഞിനെയും കൊണ്ടൊരമ്മ ഇന്നലത്തെ മീറ്റിങ്ങിനും വന്നായിരുന്നു. അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. കരങ്ങളടിച്ച് എക്സ്ചേഞ്ച്. ഉറക്കെ പറഞ്ഞ്, ഇത് തോമസ് ഊട്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, ഇവിടെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടല്ല, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് ഓഫറുകൾ ഞാൻ അവകാശമാക്കണം. ഉറപ്പ് പറഞ്ഞ് അവകാശമാക്കണം.
ചുമ്മാ ഇഞ്ഞ് വരികയല്ല. നമ്മൾ പല സൗഖ്യങ്ങൾ കണ്ടു യേശുവിൻ്റെ ശുശ്രൂഷയിൽ. ചിലരെ യേശു അങ്ങോട്ട് ചെന്ന് സൗഖ്യമാക്കി. ആ രക്തസ്രവക്കാരത്തി സ്ത്രീ പറഞ്ഞു, ഞാൻ പോകും, ഉറക്കെ പറ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടും, എനിക്ക് സൗഖ്യം വരും. എൻ്റെ പേര് വിളിച്ചാലും കൊള്ളാം, എന്നെ തൊട്ടാലും കൊള്ളാം, തൊട്ടില്ലേലും കൊള്ളാം, ഞാൻ തൊടും. ചെല്ലിങ്ങനെ നമ്മൾ പ്രാർത്ഥനാ വിഷയമൊക്കെ ചോദിക്കുമ്പോൾ, ബ്രദർ ഒന്ന് കേട്ടേ. ഒത്തിരി പേര് ക്യൂ നിൽക്കുക, എന്നാലേ അവർക്കൊരു സമാധാനമുള്ള നമ്മൾ കേൾക്കുകയും ചെയ്യും. പക്ഷേ ഈ സ്ത്രീക്ക് കേട്ടാലും കൊള്ളാം, കേട്ടില്ലേലും കൊള്ളാം, എനിക്ക് വിടുതലാണ്, ഞാൻ അതുകൊണ്ടേ പോകത്തുള്ളൂ. വേറൊരിക്കലൊരു സുറോഫോഷ്നിയ ജാതിയിൽപ്പെട്ട കനാന്യ സ്ത്രീ യേശുവിൻ്റെ പുറകെ നടന്ന് നിലവിളിച്ചു, എൻ്റെ കുഞ്ഞിന് വീട്ടിൽ പൈശാചിക ബന്ധനത്തിൽ കിടക്കുകയാണ്. നിൻ്റെ കുഞ്ഞ് ഇന്ന് മൊബൈൽ അഡിക്ഷൻ ഉള്ളത് വിടുതലാവും, MDMA അഡിക്ഷൻ ഉള്ളത് വിടുതലാവും, ഡ്രഗ് അഡിക്ഷൻ ഉള്ളത് വിടുതലാവും. പഠിക്കാൻ കഴിയാതെ വീടിനകത്ത് ഒറ്റയ്ക്ക് പോയ കുഞ്ഞിനെ ഇന്ന് നീ ഇവിടെ വിളിക്കുമ്പോൾ അവിടെ വിടുതലാവും. ഉദിയൻ കുളങ്ങര നെയ്യാറ്റിൻകരയിൽ യേശുവേ എന്ന് വിളിക്കുമ്പോൾ വിദൂരത്തിൽ നിന്റെ വീട്ടിൽ ലൈവിൽ ഇന്നർ ചേംബറിൽ അണ്ടർ ദ വിങ്സിലൊക്കെ കണ്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ കുഞ്ഞ് സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്. സുറഫൈനിഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ വന്നു. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം നായക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ജൂതർക്ക് വേണ്ടിയല്ലേ കർത്താവ് പ്രൈമറി, പിന്നെ വിജാതിയർക്കാണേലും. ഞാൻ ഇസ്രായേൽ ജലത്തിനെ കാണാതെ പോയ ആടിൻ്റെ അടുക്കത്തിലേക്കാണ് ഇപ്പം എന്നെ കർത്താവ് അയച്ചിരിക്കും. നമ്മളെങ്ങാനുമാണ് പിന്നെ ആ മീറ്റിങ്ങിന് പോവുമോ? എന്നെ നായക്കുട്ടി എന്ന് വിളിച്ചെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി വിട്ടില്ല. അപ്പം പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ അബ്രഹാമിൻ്റെ മക്കൾക്ക് കൊടുത്തൊരു അവകാശമാണ് രോഗശാന്തി. പഴയ നിയമത്തിലുള്ള എല്ലായിടത്തും ഇല്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ. അതുകൊണ്ടാണ് കൂനിയായ സ്ത്രീ എവിടെ സിനഗോഗിൽ കൂനി വരികയാണ്. യേശു തൊട്ടപ്പോൾ അവൾ സൗഖ്യമായി. ഉടനെ അവിടുത്തെ പരീശന്മാരും എല്ലാം കൂടെ യേശുവിനോട് വഴക്കുണ്ടാക്കി, ഈ ശബത്ത് നാളിലെ കണ്ടുള്ളൂ ഇവളെ സൗഖ്യമാക്കാൻ. ഉടനെ കർത്താവ് ചോദിച്ചിട്ടുണ്ട്, ഇവളും അബ്രഹാമിൻ്റെ മകളല്ല. എന്തിനാ അങ്ങനെ ചോദിച്ചേ? ലൂക്കോസ് 13 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബൈബിൾ പ്രസംഗമാണല്ലോ പരിപാടി. അബ്രഹാമിൻ്റെ മക്കൾക്ക് രോഗശാന്തി ഉണ്ടെന്നുള്ളത് ഇവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. എന്നെയും നിങ്ങളുള്ള പ്രസംഗകരോട് ചോദിക്കുകയാണ്, ക്രൂശിലുള്ള വിടുതൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ പ്രിവിലേജ് പറഞ്ഞു കൊടുക്കണം. അതാ ഇവളും അബ്രഹാമിൻ്റെ മകളല്ലയോ. അതിന് പകരം ഇവൾ പറഞ്ഞു കൊടുത്ത എന്നതാ, നിന്റെ കുഴപ്പത്തിൻ്റെ എല്ലാം നീ വഹിച്ചു, ഈ കൂന് വർദ്ധിച്ച് വരും, ഇത് ദൈവം നിനക്ക് തന്നതാണ്. നമ്മുടെ മധ്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഈവൻ ക്രിസ്ത്യാനികൾ പോലും പറയുന്നു, എനിക്ക് കർത്താവ് ഒരു രോഗം തന്നു, കയ്യെ പിടിച്ചൊരു കർത്താവ് തിന്മയൊന്നും തരികയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കും. നിങ്ങളോട് നിങ്ങളുടെ മക്കൾ വന്നിട്ട് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന അപ്പനമ്മയും വിലൂടെ ഉണ്ടെന്ന് കൈ പൊക്കി പിടിച്ച് ഇല്ലല്ലോ. മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ച് കൊടുക്കുവോ? അപ്പം ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കുവോ? ഇല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഒരു മനുഷ്യനും ഒരു രോഗവും കൊടുക്കത്തില്ല. കയ്യെ പിടിച്ച് പറയാം, നിന്റെ രോഗം ദൈവം തന്നല്ല, നിന്റെ പ്രശ്നവും ദൈവം തന്നല്ല. സ്വർഗത്തിൽ രോഗം ഇരിക്കില്ല നിനക്ക് തരാൻ. എൻ്റെ കർത്താവ് ഇവിടെ വന്നത്, യോഹന്നാൻ്റെ ലേഖനം പറയണ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവോത്രം പ്രത്യക്ഷനായി. പിതാവിൻ്റെ പ്രവൃത്തിയെ പുത്രൻ അഴിക്കുമെന്ന് പറഞ്ഞോ? രോഗങ്ങളെ ശാസിച്ചേച്ചു. അത് പിതാവ് കൊടുത്താണ്, പുത്രൻ ശാസിക്കോ? അവരൊന്നാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കും. ഇന്ന് രോഗബന്ധനങ്ങൾ അഴിയും, ഇന്ന് ശാപങ്ങൾ പൊട്ടും. കരമടിച്ചു കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അത് ഏറ്റെടുത്തോണം. അതാണ് ആ കുനിയായ സ്ത്രീയെക്കുറിച്ച് യേശു പറഞ്ഞു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ച ഇവളെ ഞാൻ ഇന്ന് അഴിച്ചു വിടുക. കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ യേശു പറഞ്ഞു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തു. ബദ്ധന്മാർക്ക്, ബന്ധിതർക്ക് വിടുതൽ. അടുത്തിരിക്കുന്നവൾ പറ, രോഗമൊരു ബന്ധനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേ. നീ ഒരു പശുവിനെ ഒരു ഒരു തെങ്ങെ കെട്ടിയിടുന്നത് ബന്ധനമാണ്.
ദൈവം അതിൻ്റെ കഴുത്തെ കയർ വെച്ചല്ലല്ലോ വിട്ടത്, അതെല്ലായിടത്തും നടന്ന് മേയാൻ വിട്ടെങ്കിൽ നമ്മളതിനെ ഒതുക്കി കെട്ടിയതുപോലെ നീ പോകേണ്ട വിശാലതകളിൽ എത്താൻ കഴിയാതെ നിന്നെ എന്തൊക്കെ ബന്ധിച്ചിട്ടുണ്ടോ, അത് നിൻ്റെ ദുസ്വഭാവമായിക്കോട്ടെ, അത് നിൻ്റെ മദ്യപാനമായിക്കോട്ടെ, അത് രോഗമായിക്കോട്ടെ, അത് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, അത് ആരോ നിന്നെ ഒതുക്കിയതായിക്കൊള്ളട്ടെ, ദൈവം നിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വാർദ്ധക്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കേണ്ട നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ ഒരു കെട്ടിയിട്ട പോലുള്ള ബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ ഇന്ന് അഴിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സുറഫനിഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീ യേശുവിനോട് പറഞ്ഞു, മക്കൾക്കുള്ളതാണല്ലോ അപ്പം, യഹൂദനല്ലേ കൊടുക്കുന്ന രോഗശാന്തി, എന്നാൽ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയെന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ട്. കർത്താവ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഈ യഹൂദന്മാരുടെ ഇസ്രായേൽക്കാരുടെ പോലും ഇത്രയും വലിയ വിശ്വാസം ഞങ്ങൾ, നിന്റെ കുഞ്ഞിന് സൗഖ്യമായിരിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുമ്പോൾ നിന്റെ കുഞ്ഞ് വിടുതലാകും. ഈ ദിവസങ്ങളിൽ ഈ മൊബൈൽ അഡിക്ഷനുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ, ഈയിടെ ഫേസ്ബുക്കിൽ അഡിക്റ്റഡായി ചെറുക്കന്മാരുടെ പുറകെ ഇറങ്ങിപ്പോകുന്നൊരു പെൺകുട്ടി, ഒടുവിൽ ഒരുത്തനെ കെട്ടി അവനെ 1 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്തു, കൈ മുറിക്കാൻ തുടങ്ങി. കോട്ടയത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദുരാത്മാവ് വിട്ടുപോയി, അഡിക്ഷനും പോയി, ആ വീടിന്ന് സ്വർഗമായി. മിനിഞ്ഞാന്നത്തെ പത്രത്തിലെ ഹെഡ് ന്യൂസ് ഇതാണ്, വടക്കേ ഇന്ത്യയിൽ ഒരു വീട്ടിൽ അമ്മ അപ്പനും കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കുന്നത് ഫോണെ നിരോധിച്ചതിന് 3 ചേച്ചി അനിയത്തിമാർ 3 പേര്, ഒരു വീട്ടിലെ 3 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. ഇതിലാണിപ്പോൾ പിശാച് കയറിയിരിക്കുന്നത്. പക്ഷേ ഇത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം, ഇതുവഴി സുവിശേഷം കൊടുക്കണം. ഇന്ന് ഈ ക്യാമറ എല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ വചനം ഇതിലൂടെ അനേകർ കേൾക്കും, അണ്ടർ ദ വിങ്സിലൂടെ അനേകർ കേൾക്കും. നിങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഒരു വചനമെങ്കിലും ഒരു തകർന്നിരിക്കുന്ന ആൾക്കൊന്ന് അയച്ചുകൂടെ, നിൻ്റെ ഒരു വചനം മതി ആ ആളെ വിടുവിക്കുവാൻ. കരങ്ങളടിച്ച് വായു തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു ഫോൺ വിളി മതി. കയ്യപ്പിടിച്ച് പറയും, ഫോണിനെ വീണ്ടെടുത്താട്ടെ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഫോണിനെ വീണ്ടെടുക്കാൻ പറ. അത് അനേകർക്ക് നന്മയാകട്ടെ. ഞങ്ങൾ കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് മീറ്റിംഗ് നടത്തുന്ന തലേന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ വിനോദ് ബ്രദർ ഒരു ബ്രദറിനെ കൊണ്ടുവന്ന ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ, ബ്രദറെ, ഈ വിനോദ് ബ്രദറിൻ തന്നെ ഫോണിൽ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ മൊബൈൽ മോർച്ചറിയിൽ കിടന്ന്. ദുബായിൽ നിന്ന് സഹോദരൻ പറഞ്ഞൊന്ന് വിളിച്ചോണം, കാരണം ഇദ്ദേഹം ഭാര്യയും വേറൊരു രാജ്യത്ത് പോകാൻ ഒരു ഏജൻസിക്ക് പണം കൊടുത്തു, വിസായും വന്നില്ല, പണവും ഇല്ല, ആരാണ്ടോടെ കടം മേടിച്ചവർ ചോദിച്ചു. അങ്ങനെ അന്ന് രാവിലെ തൻ്റെ ഭാര്യ നരമ്പ് മുറിച്ചു, ഓടി ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെട്ട് അവളുടെ വീട്ടിൽ വിട്ടു. വൈകിട്ട് താൻ ആത്മഹത്യ ചെയ്യാൻ കയറെല്ലാം കെട്ടിച്ചിരിക്കുമ്പോൾ ആ വിനോദ് ബ്രദർ മീറ്റിങ്ങിന് വിളിക്കും. ഇതൊന്നും പറ്റിയിട്ടില്ലാത്ത രീതിയിൽ ആ മീറ്റിങ്ങിന് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് ആത്മഹത്യ ചെയ്യാൻ പറ്റിയില്ല, ഇച്ചിരി സമയം പോയി. അന്നേരം ഫോൺ വന്നു, നിങ്ങളുടെ വിസ റെഡിയായെന്ന്. കയ്യെ പിടിച്ചേ, ഹലോ, കയ്യെ പിടിച്ചൊരു ഞെക്ക് കൊടുത്ത് നല്ലൊരു വേദനിപ്പിച്ചുകൊണ്ട് ചാടിക്കേറിയോ എല്ലാം കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി ചാകരുതെന്ന് പറഞ്ഞു. ചാടിക്കേറി ചാകരുതെന്ന് പറഞ്ഞാട്ട് അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഒന്ന് വിളിച്ചു പറഞ്ഞ, ഞാൻ മരിക്കയില്ല, എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, ഞാൻ തകരത്തില്ല, എനിക്ക് വേണ്ടി ഒരുവൻ തകർന്നു, ഞാൻ ശാപത്തിൽ തുടരത്തില്ല, എനിക്ക് വേണ്ടി ഒരുവൻ ശാപമേറ്റു. ആ ഗ്രേറ്റ് എക്സ്ചേഞ്ച് ഓഫർ വിശ്വസിക്കുന്ന മക്കൾ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. ആ പാടുന്ന സഹോദരൻ എത്ര വർഷമാ? 1.5 വർഷം. 1.5 വർഷം കൂട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ടായെന്നുള്ള ഒറ്റ കാരണത്താൽ ചെറുപ്പത്തിൽ ഡിപ്രഷൻ ബാധിച്ചിരിക്കുമ്പോൾ ഇതുപോലെ കോഴഞ്ചേരിയിൽ നടത്തിയ ഒറ്റ മീറ്റിങ്ങിൽ വിടുതലായി. അതിനിപ്പുറം നിൽക്കുന്ന ലാലപ്പൻ ബ്രദർ, അദ്ദേഹം
അമേരിക്കയിൽ വരെ പോയി മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ആളാണ്. മസ്കറ്റിൽ അനേക കുഞ്ഞുങ്ങളെ മ്യൂസിക് പഠിപ്പിച്ച് ലക്ഷങ്ങൾ ഒരു മാസം അന്നത്തെ കാലത്ത് കിട്ടും. പക്ഷെ മദ്യത്തിനടിമയായി വീട്ടിൽ കഞ്ഞി വെക്കാൻ പോലും ഇല്ല നാട്ടിൽ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആത്മഹത്യാശ്രമം, ഇവർ രണ്ടുപേരും 3 പ്രാവശ്യം ആത്മഹത്യാശ്രമം നടത്തിയ ആൾ. എവിടുന്നോ കേട്ട സുവിശേഷം. ഒരു പ്രാവശ്യം മസ്കറ്റിൽ കുടിക്കാൻ പോകുമ്പോൾ പുറകിൽ ഒരു കരം വന്ന് തൊട്ടു. ആ കരം ഇന്ന് ഇവിടെ ഉണ്ടതാണ് യേശുവിൻ്റെ. അന്ന് മുതൽ കുടിക്കണമെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു പാട്ട് കിട്ടിയായിരുന്നല്ലോ. ആ ജീവിതാനുഭവത്തിൻ്റെ ഒരടി ഒന്ന് പാടിക്ക്. ഇവിടെ ഇരിക്കുന്ന കൃഷ്ണകുമാർ ബ്രദർ ആത്മഹത്യ ചെയ്യാനായി, എല്ലാം തകർന്നവനായി, തൻ്റെ ബിസിനസ് തകർന്ന് ആത്മഹത്യ ചെയ്യാനിരിക്കുമ്പോഴാണല്ലോ താൻ വണ്ടി ഇടിപ്പിക്കാനായി അങ്ങനെ മുത്തൂർ ജംഗ്ഷനിൽ തിരുവല്ല നിൽക്കുമ്പോൾ സ്വർഗീയ വിരുന്നിലേക്ക് പോകാം. ഒറ്റ വാക്ക് കേട്ട് വിടുതലായി. അവിടെ ഇരിക്കുന്ന ബാലകൃഷ്ണൻ ബ്രദർ അദ്ദേഹത്തിൻ്റെ മദ്യപാനം നിമിത്തം തൻ്റെ ഭാര്യ കിണറ്റിൽ ചാടി, ആത്മഹത്യ ചെയ്യാൻ കിണറ്റിൽ ചാടി. ഇത് ഒരു കല്ലൂടെടുത്ത് അവളുടെ മേത്തോട്ടിട്ടതാണ്. എന്നാൽ താൻ ആത്മഹത്യ ചെയ്യാനിരുന്ന ദിവസം സുവിശേഷം കൊണ്ട് ഈ മകനെ കർത്താവ് വിടുവിച്ചെങ്കിൽ കരമടിച്ച് വായി തുറന്ന് സ്തോത്രം ചെയ്യും. തിരുവനന്തപുരത്തെ നമ്മുടെ ശുശ്രൂഷകനായ റോയ് ബ്രദർ തൻ്റെ മകനും കൂടെ വിഷം കൊടുത്ത് ആ സഹോദരിയും ചേർന്ന് കൊല്ലാനിരുന്ന ആ രാത്രിയിൽ ആ കർത്താവ് അവരോട് ഇടപെട്ടു. നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നിനക്കെന്താ അവകാശം? അങ്ങനെ ആത്മഹത്യ ചെയ്യാതെ അടുത്ത ദിവസം കോട്ടയത്ത് വന്ന് ഒരു പാട്ട് കേട്ട്, കടന്നു പോകാന്നുള്ള ഒരു പാട്ട് കേട്ട് ആത്മഹത്യ മാറിയെങ്കിൽ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയായി ദൈവം മാറ്റിയെങ്കിൽ സ്തുതിക്കുന്നു നാഥ എന്നേശുനാഥ, അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു. കൈക്കൊണ്ടിടുന്ന എൻ പ്രാണനാഥ, ധന്യനം നല്ലിടയാ. മാർവോടണയ്ക്കുന്ന നിസ്തുല്യ സ്നേഹമൻ കൃപയുടെ ഉറവിടമേ. മാർവോടണയ്ക്കുന്ന നിസ്തുല്യ സ്നേഹമൻ കൃപയുടെ ഉറവിടമേ. വാഴ്ത്തുന്നു നാഥ, വണങ്ങുന്നു നാഥ, സ്തുതിക്കുന്നു നാഥ, ഉയർത്തുന്നു നാഥ. എൻ്റെ ക്ഷയം പാറയല്ലോ, എൻ്റെ ക്ഷയം പാറയല്ലോ. രാജാധിരാജനൻ യേശു, കർത്താധികർത്തനൻ യേശു, ദേവാദിദേവനൻ യേശു. നാഥ എന്നെ നൽകുന്നു, നാഥ എന്നെ നൽകുന്നു, നാഥ എന്നെ നൽകുന്നു, നാഥ എന്നെ നൽകുന്നു. എത്ര പേര് അക്കരങ്ങളിലോട്ട് കൊടുക്കും? ക്രൂശിൽ നടന്നുകൊണ്ട് വിടുതൽ നേരെ ഇനി വരത്തില്ല. അതാണ് ഗലാത്യർ 3:9 അനുഗ്രഹം ഞാൻ അവകാശമാക്കണം. അതിനായി ബൈബിൾ ക്ലാസ് എടുക്കും. പ്രൈസ് ലോർഡ്. ചിലതിൻ്റെ വിടുതൽ കണ്ടില്ലേലും വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. നിങ്ങളുടേതാക്കി എടുക്കണം, നിങ്ങളുടേതാക്കി എടുക്കണം. അത് ഏറ്റു പറയണം. സ്തോത്രം. ചേർന്ന് കർത്താവിന് സ്തോത്രം. അപ്പം ഒന്ന്, പാപം ഏറ്റെടുത്തു, നീതി തന്നു. ഉറക്കെ പറഞ്ഞ്. രോഗം ഏറ്റെടുത്തു, സൗഖ്യം തന്നു. 1 പത്രോസ് 2:24. പാപം ഏറ്റെടുത്തു, നീതി തന്നു. 2 കൊരിന്ത്യർ 5:21. ശാപം ഏറ്റെടുത്തു, പറ, അനുഗ്രഹം തന്നു. ഗലാത്യർ 3:13 നമ്മൾ വായിച്ചു. 2 കൊരിന്ത്യർ 8:9 ഞാൻ വായിക്കുന്നില്ല. സ്തോത്രം. നാം സമ്പന്നരാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി. ഉറക്കെ പറ, നിങ്ങളുടെ ദാരിദ്ര്യം ഏറ്റെടുത്തു, സമ്പന്നരായി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 2 കൊരിന്ത്യർ 8:9 എന്നാ ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി. നിങ്ങൾ നിമിത്തം യേശു ദരിദ്രനായി. എൻ്റെ ചോദ്യം ഇതാണ്. ഇത് നമ്മൾ സാമ്പത്തികമായി സമൃദ്ധിയും പണക്കാരാകാനാണോ അതോ ആത്മീയമായി സമ്പന്നരാകാനാണോ? ആത്മീയമായി, ആത്മീയമായി അല്ലേ? ആത്മീയമായെന്ന് മനസ്സിലായവർ കൈ ഉയർത്തി പിടിച്ച്. അല്ല,
പണക്കാരാകാനാ പൈസ. പറ. ഇത് പ്രസംഗിക്കാൻ പല ഉപദേശമാർക്കും പേടിയാ. എനിക്കൊരു പേടിയില്ല. കയ്യെ പിടിച്ച് പറ, സ്റ്റഡി ദ ടെക്സ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. പറ, ഏത് സാഹചര്യത്തിൽ ഒരു വചനം എഴുതിയെന്ന് നോക്കി വായിക്കണം. കയ്യെ പിടിച്ച് പറ. പണ്ടൊരു പയ്യൻ പരീക്ഷയ്ക്കൊന്നും പഠിക്കാതെ പോയി. പരീക്ഷ പോകുന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്കൊരു പരിപാടിയുണ്ട്. വലിയ ടെൻഷനൊക്കെ ഒരു വേഗം തുറന്നു നോക്കും. ടപ്പൻ തുറന്നു നോക്കിയപ്പോൾ പുള്ളിക്ക് കിട്ടിയ വാക്യം, അനന്തരം യൂദാ പോയി കെട്ട് ഞാൻ ചത്തുകളഞ്ഞു. ശോ, എൻ്റെ ദൈവമേ കർത്താവേ, വേറൊരു വചനം തരണേ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഇല്ല, ഒന്നി പിഴച്ചാ മൂന്നി തീരും കർത്താവേ. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്ന് വീശിയിട്ട് പറ. ആരെഴുതി, ആർക്കെഴുതി, എന്തിനെഴുതി, എപ്പോഴെഴുതി നോക്കിയാൽ വായിക്കാവുള്ളൂ. കഴിഞ്ഞ ബുധനാഴ്ച മീറ്റിങ്ങിൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഒന്നാമത് എനിക്ക്, ഞാൻ ചോദിച്ചു കഴിഞ്ഞ അതിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി വിടുതലുണ്ട് ബ്രദറെ, പക്ഷെ ബൈബിൾ തുറക്കുമ്പോഴെല്ലാം ടെൻഷനുള്ള വാക്യം കിട്ടി, എനിക്ക് പിന്നെയും ഡിപ്രഷൻ വരും. ഞാൻ ചോദിച്ചു എങ്ങനെയാ തുറന്ന്? ഇങ്ങനെയാ തുറന്ന്. ഞാൻ പറഞ്ഞു അതേ യഹൂദന് അന്നേരം കൊടുത്ത നീ എടുക്കണ്ടെന്ന് പറഞ്ഞു. കയ്യെ പിടിച്ച് പറഞ്ഞ് യഹൂദന് കൊടുത്തല്ല നീ എടുക്കണ്ടെന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 8 ഇവിടെ വായിച്ച വാക്യം തുടങ്ങുന്നത് ഒരു സാമ്പത്തിക പിരിവിനെ കുറിച്ചാണ്. കയ്യെ പിടിച്ച് പറ. യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർക്ക് സാമ്പത്തികമായി പിരിവെടുത്തു. കൊരിന്തുകാർ കഴിഞ്ഞ കൊല്ലം തീരുമാനിച്ചിട്ട് ഇതുവരെ കൊടുത്തില്ല. അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളവർ. പക്ഷെ മക്കോദോന്യ സഭകൾ അവർ അന്ന് ദാരിദ്ര്യമാണെങ്കിലും പൗലൂസ് പറഞ്ഞു അവരുടെ പിരിവിന് പോകേണ്ട പൈസ ഇല്ല. അവർ പറഞ്ഞില്ലില്ല, ഞങ്ങളുടെയും പൈസ എടുക്കണം. കയ്യിലുള്ളവനല്ല സമ്പന്നൻ. കയ്യെ പിടിച്ച് പറ. കൊടുക്കാൻ മനസ്സുള്ളവനാ സമ്പന്നൻ. എൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ 5 പൈസ തരുന്നില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ, 100 രൂപ തരുന്നു. ആരാ സമ്പന്നൻ? ആ 100 രൂപ തന്നയാൾ. എന്നെ നിങ്ങൾ സമ്പന്നൻ നല്ല പന്നൻ എന്ന് വിളിക്കും. കയ്യെ പിടിച്ചവരാ. പൈസ ഉള്ളതല്ല സമ്പന്നത. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരാൾ 10,000 വാഴ വെച്ചു, മുഴുവൻ വിറ്റു. ഭയങ്കര കൊലകളൊക്കെ ആയിരുന്നു. ലക്ഷങ്ങൾ ബാങ്കിൽ കൊണ്ടിട്ടു. നാട്ടുകാരത് മേടിച്ചുകൊണ്ട് പോയി പഴുപ്പിച്ച് തിന്നുന്നു, വറുത്ത് തിന്നുന്നു. പക്ഷെ ഇദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രാവിലെ വാഴപ്പിണ്ടിയുടെ നീര്, ഉച്ചയ്ക്ക് വാഴമാണം തോരൻ. കയ്യെ പിടിച്ചൊരു അനുഭവിക്കാൻ യോഗം, കൊടുക്കാൻ മനസ്സ്. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് സമൃദ്ധി. കയ്യെ പിടിച്ച് പറ. ഒന്ന് കയ്യെ പിടിച്ച് പറ, സമ്പന്നനാകട്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് മക്കതോന്യ സഭകളെന്നാണ് തുടങ്ങുന്നത്. വായിക്കാൻ നമുക്ക് നേരമില്ല. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയാതിരിക്കും. അവരില്ലായ്മയിൽ നിന്നും വാരിക്കൊടുത്തു. ആ സാമ്പത്തികം പറഞ്ഞിട്ട് പറയുകയാണ്, കൊരിന്ത്യരെ നിങ്ങളും കൊടുക്ക്, നിങ്ങൾ തീരുമാനിച്ചതല്ലേ. എന്നിട്ട് പറയാം, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ തരും. യേശു ദരിദ്രനായിരുന്നോ? യേശു ഒരു വള്ളത്തെ കയറിയ നാട്ടിലെ മീൻ മുഴുവൻ അതേ ചാടി കയറും. പിന്നെ എങ്ങനെ ദരിദ്രനാകാൻ? യേശു ഒരിക്കൽ പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ ദരിദ്രനാന്ന് പറഞ്ഞു. പക്ഷേ യേശു ദരിദ്രനായി ക്രൂശിൽ. ദാരിദ്ര്യത്തിൻ്റെ അടയാളം വിശപ്പ്, ദാഹം, നഗ്നത. ഇത് മൂന്നും നിൻ്റേത് യേശു കാൽവറിയിൽ എടുത്തെങ്കിൽ കുഞ്ഞെ, നിന്റെ കൈ പൈസ ദൈവം തരാൻ പോവാ. അവൻ ദരിദ്രനായത് ഭൗതികമായിട്ടാണെങ്കിൽ നിന്നെ ഭൗതികമായി സമ്പന്നനാണ്. കൊടുക്കാനുള്ള മനസ്സെന്ന സമ്പന്നതയും കൂടെ തരും. അതാണ് റോമർ 10 പറയണത്, കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ സമ്പന്നൻ. ഉറക്കെ പറ, നൽകുന്നവനാ സമ്പന്നൻ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൊടുത്താൽ കൊള്ളാം. ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത് ഒരു കുടുംബം, UK ആ കുടുംബം ഹൃദയം തുറന്നു കൊടുത്ത അവർക്ക് 100,000 കാര്യം ഇവിടെ ചെയ്യരുതോ, അവരെ ഒന്ന് അനുഗ്രഹിച്ച് ഒന്ന് കരമടിച്ച് വായു തുറന്ന് കർത്താവിന് സ്തോത്രം. അപ്പോൾ ദാരിദ്ര്യം മാറി
സമ്പന്നത. ഉറക്കെ പറഞ്ഞ് കയ്യപ്പിടിച്ച് പറ, യേശു ക്രൂശിൽ ദാരിദ്ര്യം ഏറ്റെടുത്തു, സമ്പന്നത തന്നു. മുഖത്ത് നോക്കി പറ, എക്സ്ചേഞ്ച് ഓഫർ. ഇനി എല്ലാം ഞാൻ വായിക്കുന്നില്ല. 5-ാമത്തേത്, സ്തോത്രം, അവൻ സാത്താനോടുള്ള നമ്മുടെ അടിമത്തം മാറ്റി ജയം തന്നു. കൊലോസ്യർ 2:14-15 അവൻ ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. കയ്യപ്പിടിച്ച് പറ, അവർ കൂടോത്രം ചെയ്തു, ഇവർ മന്ത്രവാദം ചെയ്തെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികളെ മുഴുവൻ കാൽവറിയിൽ അടിത്തറ വെപ്പിച്ചെങ്കിൽ അവൻ്റെ മന്ത്രവാദത്തെ നീ പറഞ്ഞ് ഉയർത്തിയാൽ അതങ്ങ് ഉയരും. ക്രൂശിൽ കയ്യപ്പിടിച്ച് പറ, ബാക്കിയെല്ലാം കൂടോത്രമാണെന്ന് പറ. ഗൂഢപത്രമെന്ന മന്ത്രവാദത്തിന് പവർ ഉണ്ടെന്ന അന്നത്തെ സ്തോത്രം മിസ്രൈം രാജാക്കന്മാർ, അതുപോലെ ബാബേൽ രാജാക്കന്മാർ എല്ലാം മന്ത്രവാദികളിലൂടെയല്ലേ ഭരിച്ചത്. എന്നാൽ സ്തോത്രം കർത്താവിനെ അറിയുന്നതിലെ ചെറുപ്പക്കാരവിടെ വന്നപ്പോൾ മന്ത്രവാദി പൊട്ടി കർത്താവുള്ളവൻ്റെ ദർശനം പോലെ രാജ്യം മാറിയെങ്കിൽ ഈ ഭാരതം ദൈവമക്കളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടുകൊണ്ട് കരമടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളോട് ഭരണാധികാരികൾ ആലോചന ചോദിക്കുന്ന നാളുകൾ വന്നിരിക്കുകയാണ്. ദർശനവും വെളിപ്പാടും ജോസഫിനെ പോലെ ദാനിയേലിനെ പോലെ ദർശനവും രാജ്യങ്ങൾക്ക് വെളിപ്പാട് കൊടുക്കാൻ ഇവിടെയുള്ള യൂത്തിനെയും എന്നെയും നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കാൻ പോകുക. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞ യഹൂദനല്ല. സഭയോട് പറയാം, നാമല്ലോ ദൈവത്തിൻ്റെ ഇസ്രായേൽ. ശരീരത്തിൽ ചർമ്മത്തിൽ പരിച്ഛേദനയേറ്റവനല്ല, ഹൃദയത്തിൽ ദൈവവചനം കൊണ്ട് രൂപാന്തരം വന്ന മക്കളാണ് ഇസ്രായേൽ. നീ പറയുന്നത് നടക്കത്തുള്ളൂ. അവിടെ ആരാണ്ട് കൊണ്ട് മുട്ട ഒഴിച്ചിട്ടൊന്നും പറഞ്ഞ് പേടിക്കരുതെന്ന് കയ്യെ പറഞ്ഞാട്ടെ. പിശാച് പറഞ്ഞാട്ടെ, കാൽവറിയിൽ മുട്ട ഇട്ടിട്ടിരിക്കുക എന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഒരു മുട്ടയെ നീ പേടിക്കണ്ട. അത് നീ തിരിച്ചറിഞ്ഞ് നിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞ് ചുമ്മാ പോയി കിടന്നുറങ്ങാൻ പറ. ഏതോ ബന്ധനം അഴിക്കാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ ഉണർന്നിരിക്കേണ്ട. നീ കിടന്നുറങ്ങുമ്പോൾ, പണ്ട് ലെസ്റ്റർ സമ്രാൾഡ് എന്ന് പറഞ്ഞ ദൈവദാസൻ ആഫ്രിക്കയിൽ പോയി വചനം പറഞ്ഞു. മന്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം വന്നു. മന്ത്രവാദ ശക്തികളൊക്കെ പൊളിഞ്ഞുപോയി, രോഗികൾ സൗഖ്യമായി. രാത്രി താൻ കിടന്നുറങ്ങുമ്പോൾ, തൻ്റെ ലോഡ്ജിൽ കിടന്നുറങ്ങുമ്പോൾ ടർന്നൊരച്ച തൻ്റെ കട്ടിലിങ്ങനെ നോക്കുമ്പോൾ ഈ മുറിയുടെ വലിപ്പമുള്ള ഒരു കറുത്ത ശക്തി, ദുർഭൂത ശക്തി ഇങ്ങനെ വന്നിക്കുക. ഉടനെ ലെസ്റ്റർ സമ്രാൾഡ് ഉണർന്നു. ഈ വലിയ ഭൂതത്തെ കണ്ടോണ്ട് പറഞ്ഞു, ആഹാ നീ ആയിരുന്നു എന്ന് പറഞ്ഞേച്ച് പുതപ്പെടുത്ത് തലയിലോട്ട് സൈഡിലോട്ടിട്ടു. എന്ന് പിശാച് ഇങ്ങനെ കയ്യപ്പെടുത്ത ഏക്കുന്നോർക്കിട്ടവൻ പണിയുമെന്ന് പറഞ്ഞു. എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി പതുക്കെ സ്കൂട്ടാകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാൻ പറയട്ടെ, കട്ടിൽ നേരെ ഇട്ടിട്ട് പോകാൻ പറ്റും. കൈയൊന്നടിച്ച് വായി തുറന്ന് കർത്താവിന് കയ്യപ്പിടിച്ച് പറ, ഹെമൻലി ഫീസ്റ്റുകാരെ പറഞ്ഞാട്ടെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവ് തന്ന അധികാരം ഉപയോഗിച്ചാണ്. തൊടത്തില്ല നിന്നെ ഒരു കൂടോത്രം, മന്ത്രവാദം, ഒരു ആഭിചാരവും, സ്വത്രം, ഒരു കൈവശവും നിന്നെ തൊടത്തില്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ കാൽവരി ക്രൂശിൽ അവൻ അഴിച്ചു. കയ്യപ്പെടുത്തി പറഞ്ഞ സാത്താൻ്റെ അധികാരം കാൽവറിയിൽ തകർത്തു. സാത്താൻ്റെ മേലുള്ള അധികാരം ക്രൂശിൽ വെച്ച് നിനക്ക് തന്നു. എക്സ്ചേഞ്ച് ഓഫർ പറഞ്ഞാട്ടെ. സ്തോത്രം. അതുപോലെ 6-ാം വാക്യം, അതേ കൊലോസ്യർ 2:14-15 നിനക്ക് വിരോധമായ കൈയെഴുത്ത് മായ്ച്ചു. പഴയ നിയമത്തിലെ കൽപ്പനയൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം നമുക്ക് വിരോധമല്ലായിരുന്നു. എന്നാൽ നിൻ്റെയും ദൈവത്തിൻ്റെ ഇടയെന്ന് കൽപ്പന മായ്ച്ചു. നീ എന്തു ചെയ്യും? ന്യായപ്രമാണം അനുസരിച്ചില്ലെന്നും പറഞ്ഞ് ഇനി നിന്നെ പിടിക്കത്തില്ല. ആ ന്യായപ്രമാണത്തിന് പകരം ന്യായപ്രമാണം എഴുതിയവനെ നിൻ്റെ അകത്ത് വന്ന് പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നിന്നെ വഴി നടത്തുക. ഞാൻ കള്ളുകുടിച്ച് അടികൊണ്ട് ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. ഞാനും ഇവിടുത്തെ സ്തോത്രം സഹോദരന്മാർ വരെ എല്ലാ കൊല്ലവും കള്ളുകുടി നിർത്താൻ തീരുമാനമെടുക്കുമായിരുന്നു. പിറ്റേന്ന് തുടങ്ങും, നിർത്താൻ പറ്റുന്നില്ല. എന്നാൽ 84-ൽ യേശുവിനെ സ്വീകരിച്ച രാത്രിയിൽ പരിശുദ്ധാത്മാവകത്ത് വന്നോടെ പിറ്റേന്ന് ഇത് കുടിക്കാൻ തോന്നുന്നില്ല. നീ കിടന്ന് കഷ്ടപ്പെടണ്ട. കയ്യെപ്പിടിച്ച് പറഞ്ഞേ, പാപത്തെ ജയിക്കാൻ. ആ കയ്പ്, ആ പക. ഇന്ന് ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. ദൈവമക്കൾ പാപത്തിൽ തുടരരുത്. പാപം ആര് ചെയ്താലും അതിന് കോൺസിക്വൻസ് ഉണ്ട്. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എബ്രായർ 2:14-15 7-ാമത്തെ, തൻ്റെ മരണത്താൽ മരണഭീതിയിലായവരെ വിടുവിച്ചു. കയ്യെപ്പിടിച്ച് പറയാം, മരണഭയം മാറ്റി. ഒന്ന് പറഞ്ഞോട്ടെ,
ക്രൂശിലെ 7ാമത്തെ എക്സ്ചേഞ്ച് മരണഭയം മാറ്റി. ഒന്നുറക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് പാപം മാറ്റി, ശാപം മാറ്റി, രോഗം മാറ്റി, ദാരിദ്ര്യം മാറ്റി, സാത്താനോടുള്ള അടിമത്തം മാറ്റി, സ്വത്ര ന്യായപ്രമാണത്തോടുള്ള അടിമത്തം മാറ്റി, മരണത്തിൽ നിന്ന് ജീവൻ തന്നു. ഒരു ജയാളികൾ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പക്ഷേ ഇത് നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. യേശു ആ സൗഖ്യമായ മനുഷ്യനോട് യോഹന്നാൻ 5:14 അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടവനോട്, നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. കയ്യെപ്പിടിച്ച് പറഞ്ഞേ. ഇപ്പം ചിലയിടത്തൊക്കെ ഒരു ഉപദേശം ഇറങ്ങിയിട്ടുണ്ട്, കൃപയുള്ളതുകൊണ്ട് ദൈവം അങ്ങ് ക്ഷമിച്ചോളൂ. നോ, നീ ആ സ്നേഹം കണ്ടാൽ നിനക്ക് ഇനി പാപം ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ പാപപ്രേരണ നമ്മളിലുണ്ട്. യേശു വരുന്നവരെയും ഈ ശരീരം വീണ്ടെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചോണം, കർത്താവേ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയുന്നവർ കര ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് പിണക്കങ്ങൾ മാറട്ടെ, ഇന്ന് ആരോടുള്ള കയ്പ് മാറട്ടെ. നിന്നെ ഉപദ്രവിച്ചവരെന്നൊന്ന് ക്ഷമിച്ച് നിനക്ക് സൗഖ്യം വരും. ഈയിടെ ഞാൻ ഫേസ്ബുക്കിൽ അല്ല ഒരു റീലിൽ കണ്ടതാണ്. ഒരു ഡോക്ടർ സഹോദരി പറയുകയാണ്, സ്തോത്രം, മനുഷ്യൻ ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്താൽ ആരോഗ്യത്തിന് നല്ലതാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു നല്ലതാണ്, പക്ഷേ ഏറ്റവും നല്ലത് അതല്ല. കയ്യപ്പിടിച്ചവരെ ഭക്ഷണ ക്രമീകരണം ചെയ്യണം. കയ്യപ്പിടിച്ചവരെ 3 പൊറോട്ട കഴിച്ചോ 30 എണ്ണം കഴിക്കരുതെന്ന് പറഞ്ഞാട്ട്. ഭക്ഷണ ക്രമീകരണം, അതിഭക്ഷണം പാപുവാ, രോഗവും കൊണ്ടുവരും അല്ലേ. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്, ഏറ്റവും നല്ലത് അതല്ല. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്രയും. കയ്യപ്പിടിച്ചവരെ എക്സസൈസും ചെയ്യണം, കണ്ടമാനം തിന്നരുത്. ഇതെല്ലാം ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വിത്ത് താങ്ക്സ് ഗിവിങ് ഒന്നും വർജിക്കണ്ട. പക്ഷെ ഡോക്ടർ ഒരു ക്രമീകരണമൊക്കെ തന്നിട്ടുണ്ട്. ഡോക്ടർമാർ പറയുന്നത് ഫാക്റ്റാണ്, അതനുസരിച്ചോണം. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ഇതെല്ലാം പറയുമ്പോൾ തന്നെ സ്തോത്രം, ദൈവമക്കൾക്ക് ആ പുള്ളിക്കാരത്തി പറയാണ്, അതെ ഭക്ഷണം ക്രമീകരിക്കണം, അതെ എക്സസൈസ് ചെയ്യണം. പക്ഷെ 3ാമത്തെ കാര്യം പുള്ളിക്കാരത്തി പറയാം, ഏറ്റവും വലുത് മനസ്സിൻ്റെ ടെൻഷൻ ഇല്ലാത്തവർക്ക് ആരോഗ്യം. കയ്യപ്പിടിച്ച് പറ, സ്തോത്രം, അസൂയ രോഗം വരുത്തുമെന്ന് പറഞ്ഞേ. ഭാരം രോഗം വരുത്തും. ടെൻഷൻ എന്ത് ചെയ്യും? എനിക്ക് ടെൻഷൻ കയറി പ്രഷർ വന്നിട്ടുണ്ട്. ദൈവത്തെ സ്തുതിച്ച് വചനം പറഞ്ഞപ്പോൾ കാലേന്നൊരു പാമ്പഴഞ്ഞു പോയി, പ്രഷറെല്ലാം വീട്ടിൽ പോയി. കയ്യപ്പിടിച്ച് പറയാമെന്ന് ചിരിക്കാമെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട കുട്ടിപ്പിശാചെല്ലാം വിട്ടുപോകുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചിരിച്ച് ഹാന്നൊന്ന് ചിരിച്ച് കയ്യപ്പിടിച്ച് പറ, പാപം ചെയ്യരുത് പറഞ്ഞാട്ടെ, പാപം ചെയ്യരുതെന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി നല്ലപോലെ ഒന്ന് ചിരിക്ക് സഹോദര എന്ന് പറഞ്ഞാൽ. ചിരിച്ചപ്പോൾ തന്നെ എന്തൊരു സൗന്ദര്യം, ഒന്ന് പറഞ്ഞ് ചിരിച്ചപ്പോൾ തന്നെ എന്തൊരു സൗന്ദര്യം. ഹല്ലേലൂയ, സ്തോത്രം. യേശു വാഴുന്നത് കൊണ്ട് ഞാൻ നാളെയെക്കുറിച്ച് ഭയപ്പെടത്തില്ല. കയ്യെപ്പിടിച്ച് പറഞ്ഞ്, നിങ്ങളുടെ നാളുകൾ നിങ്ങളുടെ ഇന്നുകളെ തിന്നുകളയാൻ അനുവദിക്കരുത്. ചില നാളെ ഓർത്ത് ഇന്ന് ദുഃഖിക്കും. ഇന്നും ചിരിക്കുകയല്ല, നാളെയും ചിരിക്കുകയല്ല. പറഞ്ഞാട്ടെ, നാളെ എൻ്റെ കർത്താവ് നടത്തിക്കോളും. ഇന്ന് കടമുണ്ടെന്നേ ജപ്തി, പക്ഷെ ഒന്നും തുള്ളിച്ചാടി ആടിപ്പാടി, തുള്ളിച്ചാടി ആടിപ്പാടി